പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഇന്ന് രാത്രിയിൽ UPF-ൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർ, ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന ദൈവമക്കൾ, ഈ ശബ്ദ പരിധിയിൽ ശ്രവിക്കുന്ന ദേശവാസികളായ മാന്യ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷത്തോടായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഒരു ഫ്യൂണറൽ സർവീസിനല്ല വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ മുൻകൂട്ടി ഓർപ്പിക്കുന്നു. സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ദൈവസന്നിധിയാണ്. എല്ലാ ഭാരങ്ങളും എല്ലാ പ്രതിസന്ധികളും ഇറക്കി വെച്ച് അല്പം ആശ്വസിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകാൽ ഇങ്ങനെ ഒരു യോഗം ഈ മുറ്റത്ത് ക്രമീകരിക്കപ്പെടുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മുറ്റത്ത് കൺവെൻഷനുകൾ ആ രീതിയിൽ ഇങ്ങനെ ക്രമീകരിച്ചു. ഒത്തിരി മുറ്റവും ഒത്തിരി ടെറസും ഒക്കെ ഉള്ള ആളുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നില്ല. ഈ പ്രിയപ്പെട്ട ഭവനത്തിലെ ആ മാതാവിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മുറ്റത്ത് നടക്കുന്ന യോഗ നിമിത്തം ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നിത്യതയിൽ ഈ കുടുംബത്തിനുണ്ടാകും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഒത്തിരി സമയം മുമ്പിലില്ല. ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കണം എന്നുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 10-ാം അധ്യായം 10-11 വാക്യങ്ങൾ മൈക്ക് ദൈവദാസന്മാർ വായിച്ച് നമ്മളെ കേൾപ്പിക്കും. ഇത് മൈക്കിൽ കൂടെ വായിക്കുന്നതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഞാൻ വായിച്ചതിന് ശേഷമായി പറയാം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നും കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. വളരെ ചിന്തനീയമായ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇത് മൈക്കിൽ കൂടെ വായിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം, പെന്തക്കോസ്ത സമൂഹത്തെക്കുറിച്ച് പലവിധ ധാരണകളാണ് ഇന്ന് സമൂഹത്തിനുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസ്ത സമൂഹത്തെ അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്നത് ഇസ്ലാമിക പശ്ചാത്തലമുള്ള ഒരു സ്ഥലത്താണ്. പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും 3 മക്കളിൽ ഒരാളായിട്ടാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പഞ്ചായത്തിൽ അവിടെ ഇവിടങ്ങളിലായി അങ്ങും ഇങ്ങും താമസിക്കുന്ന കത്തോലിക്കരായ സഹോദരങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ. അതിൻ്റെ അപ്പുറത്ത് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് വലിയ അറിവില്ല. അങ്ങനെ ഇരിക്കുന്ന കാലം വല്ലപ്പോഴും ഒരെണ്ണത്തെ കാണുന്നത് ആശുപത്രിയിൽ പോകുമ്പോഴാണ്. കമ്മലും മാല ഇടാത്ത ഒരു നേഴ്സിനെ കാണുന്നത് ചെറുപ്പകാലം. അപ്പോൾ ഈ നേഴ്സിന് ഇത് കമ്മലും മാലയൊക്കെ അലർജി ആണോ എന്നുള്ള നിലയിൽ കുഞ്ഞു മനസ്സിൽ നമ്മൾ ചോദിക്കുമ്പോൾ അന്ന് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഒക്കെ ഇങ്ങനെ അവരെ കുറിച്ച് പുച്ഛത്തോടെ പറയുന്നൊരു വാക്ക്, അത് ഈ ബെന്തിക്കോസ് എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ
ബന്ദിക്കോസ്, ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ പറയും ബന്ദിക്കോസ്, ചിലർ പറയും പന്തക്കോസ്, ബുന്തുകോസ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ കോസ് എന്താണെന്ന് ഒന്ന് പറയാൻ പഠിച്ചിട്ട് പറഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാര്യം അപ്പം ഈ ബന്ദിക്കോസ് എന്ന് പറയും. അപ്പോൾ അതെന്താ അങ്ങനെ ഒരു കോസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സിൽ അവർ പറയുന്നത് അത് ഈ ജാതിയിൽ താഴ്ന്ന ആളുകളെല്ലാം കൂടെ പോയി കൊട്ടിപ്പാടുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് എന്നാണ് പണ്ട് നമ്മുടെ കുഞ്ഞു മനസ്സിലൊക്കെ പെന്തക്കോസ് ധാരണകളാണ് ഞാൻ പറയും, സമൂഹത്തിൻ്റെ ധാരണയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഈ മുറ്റത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഇന്ന് ലോക രാജ്യങ്ങളുടെ നടുവിൽ ഒരു സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പെന്തക്കോസ്റ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർ കൂടിയിരുന്ന് കൊട്ടിപ്പാടുന്ന ഒരു കൂട്ടം എന്നതിനപ്പുറം ജെയിംസ് വർഗീസ് IAS പോലെ, മനോജ് എബ്രഹാം IPS പോലെ രാഷ്ട്രീയ തലങ്ങളിൽ നിന്ന്, സിനിമാ മേഖലകളിൽ നിന്ന് അനേക ഡിഗ്രി സമ്പാദിച്ച ആളുകളിൽ നിന്ന് അനേകർ ഇന്ന് ഈ പെന്തക്കോസ് സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ആളുകൾ ഈ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് ഇന്നൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാനത് അതിശയോക്തിയായി പറയുന്നില്ല, ഒരു സിമ്പിളായ ഒരു കാര്യം പറയാം. നിങ്ങളിന്ന് ഈ കൈപ്പട്ടൂർ ജംഗ്ഷനിൽ നാളെ രാവിലെ ചുമ്മാ നിന്നിട്ട് അതുവഴി പോകുന്ന ഒരു 10 പേരോട് സുവിശേഷം പറയാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ ആ 10 പേരിൽ ഒരു 5 പേരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇങ്ങനെ ഒരു മറുപടി പറയും. എന്താണെന്നറിയോ? നിങ്ങൾ മറ്റേ പെന്തക്കോസ് അല്ലേ? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം നിങ്ങളുടെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ പറയും. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരെണ്ണമെങ്കിലും ഇന്ന് ഈ വിശ്വാസ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു? എന്തുകൊണ്ട് ആളുകൾ പെന്തക്കോസ് സമൂഹത്തിലേക്ക് കടന്നു വരുന്നു? കടന്നു വരേണ്ട ആവശ്യം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയുള്ള കത്തോലിക്കരും മർത്തോമക്കാരും യാക്കോബക്കാരും മറ്റ് ഓർത്തഡോക്സുകാരും ഇവരെല്ലാം മോശക്കാരും, പെന്തക്കോസുകാർ മാത്രം മിടുക്കന്മാരായതുകൊണ്ടാണോ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നേ? ആണോ? വന്നവരൊന്ന് പറഞ്ഞാട്ടെ, ആണോ? അല്ല. ഒത്തിരി നല്ല ആളുകൾ നമ്മുടെ പരിസരത്തില്ലേ? ഇല്ലേ? എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. നമ്മൾ കണ്ടു പഠിക്കേണ്ടുന്ന, സ്വീകരിക്കേണ്ടുന്ന മാതൃകകളുള്ളവർ ചുറ്റുവട്ടത്തില്ലേ? ഇല്ലേ? ഉണ്ട്. ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും, പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ മാർച്ച് കഴിഞ്ഞാൽ അടുത്ത ജൂണിൽ സ്കൂൾ തുറപ്പിനോട് എത്തുന്ന സമയത്ത് എല്ലാവരും ആകാശത്തോട്ട് നോക്കി ചിന്തിക്കുന്ന സമയമാണ്. പുസ്തകം, യൂണിഫോം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങാണ്. ആ സമയങ്ങളിലൊക്കെ ചില ആളുകൾ എൻ്റെ അടുത്ത്, ബ്രദർ, വിശ്വാസ ജീവിതം പോരാട്ടമാണ്, പോർക്കളമാണ്, തളരരുത്, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പോയപ്പോൾ ചില മർത്തോമക്കാർ വിളിച്ചിട്ട് ചോദിച്ചു, ഷമീർ ബ്രദറെ, കൊച്ചുങ്ങൾക്ക് പുസ്തകം മേടിച്ചോ? അവർക്ക് യൂണിഫോം എടുത്തോ? ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പലപ്പോഴും പഠിക്കാൻ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പം മോശക്കാരായതുകൊണ്ടല്ല, ആണോ? പെന്തിക്കോസുകാരും മിടുക്കന്മാരും ഇവിടെയുള്ള കത്തോലിക്കരും മറ്റുള്ള ആളുകളൊക്കെ മോശക്കാരായതുകൊണ്ടല്ല നാം ഈ പാരമ്പര്യത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയത്. നല്ല മനുഷ്യരുണ്ട്. ഇനി വേണ്ട, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമെങ്കിലും കുഴപ്പമില്ല, ഒരു കാര്യം പറയാം. നമ്മൾ ഈ സമുദായ പള്ളികളിലെ പ്രാർത്ഥന നിങ്ങൾ നോക്കണം. അവിടുത്തെ അച്ഛന്മാർ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മൈക്കെടുത്താൽ ഈ അച്ഛന്മാരുടെ പ്രാർത്ഥന ഒരു 1-1.5 പ്രാർത്ഥനയാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പല പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് അവർ പ്രാർത്ഥിക്കും. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അച്ഛൻ പ്രാർത്ഥിച്ച ആമേൻ എന്ന് പറഞ്ഞിങ്ങനെ കുരിശ് വരയ്ക്കുന്ന ഒരു സീൻ കഴിയാതെ ആ പള്ളിക്കകത്ത് തലകുമ്പിട്ട് നിൽക്കുന്ന ഒരെണ്ണം വെളിയിലിറങ്ങത്തില്ലെന്നുള്ളതാണ്. മനസ്സിലായോ? ആ സ്ഥാനത്ത് നമ്മളോ? ഇന്നിപ്പോൾ ഇവിടെ യോഗം തീരുമ്പോൾ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന സമയം പലരുടെയും കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിയും. ഞാൻ പറഞ്ഞ ഒരു സത്യമല്ലേ? ആമേൻ. അപ്പം ഞാൻ പറഞ്ഞ വിഷയം, ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും ഒത്തിരി നന്മയുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അവരാരും മോശക്കാരായതുകൊണ്ടോ നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടോ അല്ല ഇന്ന് രാത്രി യോഗം ഇവിടെ നടത്തി നമ്മൾ ഈ ദേശത്തോട് സുവിശേഷം പറയുന്നത്. പിന്നെ എന്തിനാ?
ചില യാഥാർത്ഥ്യങ്ങൾ ദേശം തിരിച്ചറിയേണ്ടതിന്. കർത്താവിൻ്റെ വചനം പറയും, നിങ്ങൾ സത്യം അറിയുകയും, ചിലരൊക്കെ അവിടെ യോഗം നടക്കുന്നതെന്ന് തോന്നുന്നു, മേപ്പോട്ട് നോക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ. അപ്പം ഇന്ന് രാത്രി ദൈവവചനം എന്ന സത്യത്താൽ ഒരു വ്യക്തിയെങ്കിലും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഇടയാകണം എന്നുള്ളതാണ് ഇവിടെ നടത്തുന്ന യോഗം കൊണ്ടുള്ള ഉദ്ദേശം. എന്ത് സത്യം അറിയാനുള്ളത്? അല്ലെ, എന്താ അറിയേണ്ടത്? അപ്പോൾ ചോദിക്കുക, എന്തിന് ഈ ആളുകൾ ഈ സമൂഹത്തിലേക്ക് പോകണം? എന്തിന്? ഇന്നിപ്പോൾ നമ്മളൊരു കൺവെൻഷൻ്റെ നോട്ടീസ് എടുത്താൽ പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ റഫീഖ് വയനാട്, പാസ്റ്റർ മുനീർ കാസർഗോഡ്, റംല തോമസ്, സൗദ ബീവി, ജമീല ബീവി, ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുക. ഇനി അടുത്തൊരു നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ സുബേഷ്, സുരേഷ്, രതീഷ്, രമേശ്, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, ഒരു സെറ്റ് അങ്ങനെ കിടക്കുക. മറുഭാഗത്ത് പാസ്റ്റർ ഫാദർ മാർസലിൻ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ കുറേ അച്ഛന്മാരുടെ 50-60 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്ക വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂടെ കൂടി. അപ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുക. ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? മറ്റുള്ളത് മോശമായതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ പെന്തക്കോസിലേക്ക് വരണം? അതിന് ഉത്തരവാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ആളുകൾ ഈ സമൂഹത്തിൽ വരണം? നല്ലതും തീയതും എല്ലാ വിഭാഗത്തിലും ഇല്ലേ? ഉണ്ട്. പെന്തക്കോസിലെല്ലാം നല്ലതാണെന്നൊന്നും ഞങ്ങൾ ആരും വാദിക്കത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തും ഉണ്ട്. പക്ഷേ ചില തെറ്റിദ്ധാരണകളുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ എന്താണ് പെന്തക്കോസ്ത് എന്നല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളതാണ് നിങ്ങളോട് പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വാക്യം മൈക്ക് വായിച്ചത്, ചില ആളുകൾ ഇങ്ങനെ പറയും, ഈ പെന്തിക്കോസുകാർ അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചാണ് ഞങ്ങൾ ആളുകളെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയും. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഈ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ആണോ എന്ന് അവരവർക്ക് പരിശോധിക്കാമല്ലോ. ഒരു പെന്തിക്കോസുകാരൻ്റെയും വ്യാഖ്യാനം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ, പരിസരത്ത് കേൾക്കാനുള്ള രീതിയിൽ ശബ്ദം ക്രമീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു പക്ഷേ പെന്തിക്കോസുകാരുടെ യോഗം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നിരുന്നാൽ പള്ളിയിൽ വിഷയം ഉണ്ടാകും പക്ഷേ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ, എന്നാലും ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ലൈറ്റ് അണച്ചിട്ട് ഇരുട്ടത്ത് പമ്മിയിരുന്ന് ജനൽ തുറന്നിട്ട് ടെറസിൻ്റെ മേളെ കയറി കുത്തിയിരുന്ന് ഒക്കെ കേൾക്കുന്നവരുണ്ടാകും. കാരണം അവർക്കെല്ലാം യേശുവിനോട് സ്നേഹം, വചനത്തോട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് വായിക്കുന്നത്. എന്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരണം? ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വന്ന കാലത്ത് തന്നെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തിനാടാ നല്ലൊരു മതം വിട്ട് പോയത്? ഇന്നും എൻ്റെ വാപ്പാട് ആൾക്കാർ ആദ്യം കണ്ടാൽ ചോദിക്കുന്നത്, എന്നാലും എൻ്റെ റബ്ബേ പോയല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നല്ലൊരു മതം വിട്ടു പോയത്? ശരിയാണ്, മതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം ഏതെന്ന് ചോദിച്ചാൽ ഇന്നും ലോകം പറയുന്ന ഒരു പേരാണ് ഇസ്ലാം മതം. ശ്രേഷ്ഠ മതമാണ്, മതം തന്നെയാണ്. അങ്ങനെ ഒരു മതത്തിൽ നിന്ന് നീ എന്തിന് ക്രിസ്തു മതത്തിലേക്ക് പോയി എന്നാണ് ആളുകളുടെ ചോദ്യം. അപ്പോൾ അവിടെ തന്നെ ഒന്നാമത്തെ അറിവില്ലായ്മയുണ്ട്. ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊരു അറിവില്ലായ്മയാണ് ക്രിസ്തു മതം. കാര്യം ഹിന്ദു മതക്കാർക്ക് ഹിന്ദു മതമുണ്ട്, മുസ്ലിം മതക്കാർക്ക് മുസ്ലിം മതം. നമുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള വേദന തീർക്കാൻ ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയതായിരിക്കും ഈ പരിപാടി. ഇതിന് തിരുത്തപ്പെടാനൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ പലതും പറഞ്ഞ് ശീലമായിട്ടുണ്ട്, അല്ലേ? കൊട്ടാരക്കരയും തിരുവനന്തപുരത്തിന് പോകുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് ചടയമംഗലം. സത്യത്തിൽ ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. ഗവൺമെൻറ് റെക്കോർഡിക്കലി എഴുതിയിരിക്കുന്നത് ജഡായു മംഗലം എന്നാണ്. പക്ഷേ ഇപ്പോൾ അതാരെങ്കിലും പറയൂ? പറഞ്ഞ് എന്തായി? ചടയമംഗലം, അല്ലേ? ബസ്സിൽ 2 വെള്ളടിച്ച് വണ്ടി പോട്ടെ എന്ന് പറയുന്ന ആളിനെ നമ്മളെല്ലാം വിളിക്കുന്ന പേര് കിളി എന്നാണ്. കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റേ ഇല്ല. ആ പോസ്റ്റിൻ്റെ പേര് ക്ലീനർ എന്നാണ്. പക്ഷെ വർഷങ്ങളായി പറഞ്ഞാണ് ഈ കിളി പിന്നെ എന്തായത്? ചുരുങ്ങി കിളിയായി. ഇതൊന്നും മാറുന്നതല്ല. നമ്മുടെ നാട്ടിലെ സൗകര്യമാർ പറയുന്ന മാർക്കറ്റിൽ നിന്ന് വരുമ്പം അച്ഛാ ഇച്ചിരി കരിയാപ്പില മേടിക്കാൻ മറക്കല്ല കേട്ടോ എന്ന് പറയും. കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇലയില്ല, കറിക്കിടുന്ന വേപ്പില അഥവാ കറിവേപ്പില എന്നാണ് പേരെങ്കിലും പറഞ്ഞ് കരിയാപ്പില. അപ്പം ഇതൊന്നും തിരുത്തപ്പെടുന്നതല്ല എന്നതുപോലെയാണ് ക്രിസ്തു മതമല്ല ശരി, ക്രിസ്തു മാർഗം, യേശുവിൻ്റെ മാർഗം, യേശു പഠിപ്പിച്ച മാർഗം, യേശു പഠിപ്പിച്ച വഴി. മാർഗം അഥവാ വഴി. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി. യേശു പഠിപ്പിച്ച വഴിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്.
ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്കല്ല വന്നിട്ടുള്ളത്. യേശു പഠിപ്പിച്ച വഴി എന്താണ്? യേശു പഠിപ്പിച്ചത് പിന്നാലെ വരാം. അപ്പം മതം എന്ന് പറയുന്ന ഒന്നിലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ എന്നെ കാണുമ്പോൾ എല്ലാ ആളുകൾ ചോദിക്കുന്നത്, എന്തിനാടാ ഇസ്ലാം മതം വിട്ട് ക്രിസ്തു മതത്തിലേക്ക് പോയതെന്ന് പറയും. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ആവർത്തിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്നുള്ള തർക്കവാദികളുണ്ട്, സംവാദ ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ നിരന്തരം കാണാൻ വരിക. ഒരു വണ്ടി വിളിച്ചൊരിക്കൽ കുറേ ആളുകൾ വീട്ടിൽ വന്നു. എന്നിട്ട് ഉമ്മായോട് പറഞ്ഞു, അവനോട് പറ, അവന് തിരിച്ചു വരാൻ പറ, അവനെന്താ വേണ്ട, അവന് വീട് വേണോ കാറ് വേണോ, പറയുന്ന ബാങ്ക് ബാലൻസ് ഒക്കെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, ഇനി കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യേശുവിനെ വിട്ട് വരുന്നില്ല, വിട്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നതിന് മുമ്പ് ഉമ്മ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്ഥലം വിട്ടു. അപ്പോൾ ഈ ചോദ്യങ്ങളും സംവാദക്കാരും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ കുഴപ്പിക്കുക. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു, യേശു ബൈബിളിൽ എവിടെങ്കിലും ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് യേശു സ്വയം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ നാളെ ക്രിസ്ത്യാനി ആവാമെന്നൊക്കെ വന്നു എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ സന്തോഷിച്ചാൽ ഇവൻ നാളെ നമ്മുടെ കൂട്ടത്തിലായെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈബിൾ വായിച്ച് എവിടെങ്കിലും ഒരു വാക്യം തപ്പിയെടുക്കാൻ നോക്കുമെന്ന് ചോദിച്ചപ്പോൾ യേശു ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് യേശു പറഞ്ഞതായിട്ട് കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. യേശു പറഞ്ഞതായിട്ടൊരു വാക്യം അങ്ങനെ നേരിട്ടില്ല. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് യേശു പറയുന്നു. ഞാൻ പിതാവ് അയച്ചത് നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു പറയുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുക. അപ്പോൾ ഈ കൺഫ്യൂഷൻ മാറാൻ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ പറയാം, അതിനല്ലേ പാസ്റ്റർമാരുള്ളത്, പാസ്റ്റർമാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരത്തില്ലെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പറഞ്ഞു കൊടുക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര അങ്ങോട്ട് രസമല്ല. അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ തൊട്ടടുത്ത് ഇവിടെ 4 കിലോമീറ്റർ അപ്പുറം 5 കിലോമീറ്റർ അടുത്തുള്ള പത്തനംതിട്ട ടൗണിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പഴയ കഥയാണ്. ചർച്ച് കോഡിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാർ പിള്ളേർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരോട് മുസ്ലിങ്ങൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. യേശു ദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഈ 3 ദൈവം കൂടെ ഒന്നാകുന്ന എങ്ങനെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പയ്യന്മാർ ഇത് വന്ന് പാസ്റ്ററോട് സംശയം ചോദിച്ചപ്പം പാസ്റ്റർ ഉടനെ അവരെ ഫയർ ചെയ്തു. ഈ അന്ധകാര മണ്ഡലത്തിൽ കൊണ്ട് തലവെച്ചു, ബന്ധനം, ശാസിക്കും എന്നൊക്കെ. ഇവന്മാർക്ക് ഇതല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം ഈ പണ്ടത്തെ കാലമല്ല, പിള്ളേർ സംശയം ചോദിക്കുന്ന കാലമാണ്. അപ്പോൾ അവരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ സ്ഥായിയായി പറ്റാത്തത് നിമിത്തം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്കറിയാം, മുസ്ലിമിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഴയ ബന്ധക്കോസുകാരനാണ് ഈസാ മുഹമ്മദ് എന്ന് പറയുന്നത്. ദൈവാസന്മാർക്ക് പലർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഭർത്താവും വിദേശത്ത് ഇന്നും കർത്താവിൻ്റെ വേലയിൽ വളരെ അധ്വാനിക്കുന്ന ഒരു ദൈവദാസനും കുടുംബമാണ്. അവരൊക്കെ ഞാൻ അവിടെ ദുബായിൽ പോയ സമയത്തൊക്കെ ഒരു സങ്കടവും പ്രാർത്ഥനാ വിഷയവും ഈ ഒരു മാറ്ററാണ്. അപ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യം, ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് പഠിക്കണ്ടേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ നേരെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ മനുഷ്യനാണ്. ഇന്നും വായിച്ച് പഠിച്ച അറിവേ എനിക്കുള്ളൂ കേട്ടോ. ഡിഗ്രി ഒന്നുമില്ല. ഇവിടെ വളരെ സീനിയറായിട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത അഭിഷിക്തന്മാരുടെ നടുവിൽ പൊട്ടനെ പോലെ നിൽക്കുക. എനിക്ക് ഡിഗ്രി ഒന്നുമില്ല, എന്നാൽ ഇതിങ്ങ് നിരന്തരം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കും തോറും ഇന്ന് രാത്രി ഈ ദേശത്തോട് അഭിമാനത്തോടെ പറയാം, വായിക്കും തോറും ഈ പുസ്തകം അങ്ങനെ ചേർത്ത് പിടിക്കാൻ അഭിമാനം തോന്നിയെന്ന് പറയുന്നതിൽ ഇന്ന് രാത്രി സന്തോഷിക്കുന്നു. ഇതുപോലെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പുസ്തകമില്ല. നിങ്ങളൊന്ന് ചലഞ്ച് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇത്രയും ത്രില്ലടിപ്പിക്കുന്ന ഒരു ത്രില്ലർ വേറെ ഇല്ലെന്ന് പറയാം. അമ്മാതിരി പുസ്തകമായത്. പക്ഷേ ഇത് വായിക്കുന്ന മൂഡിൽ ഇത് വായിക്കണം. ഞാൻ സത്യത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു വനിത വായിക്കുന്ന ആവേശം പോലും പലർക്കും ബൈബിൾ വായിക്കാനില്ലെന്നുള്ളതാണ്. നമ്മളെ ആൾ വിശ്വാസികളാന്ന് പറഞ്ഞാലും ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോയി ബൈബിൾ കൊണ്ട് വെച്ചിട്ട് പിറ്റേന്ന് അടുത്ത ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ ഒരു തപ്പലും ബഹളവും ഉണ്ട്. ബൈബിൾ എവിടെ അടി വെച്ചത്, ബൈബിൾ കാണുന്നില്ലെന്ന് പറയും. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരാഴ്ച ഈ സാധനം നോക്കിയിട്ടേ ഇല്ല. സ്വോത്രമൊക്കെ പോയി. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് വായിക്കാനുള്ളൊരു ആവേശം. ഞാൻ സഹോദരിമാരോടൊരു ചോദിക്കണ്ടേ? നിങ്ങൾ ഈ മാസിക വായിച്ചുകൊണ്ടിരിക്കുക, വനിതാ മാസിക ഒരു ഉദാഹരണത്തിന് പറയാം, വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തൊരു നോവൽ ഇങ്ങനെ വായിച്ചു. അങ്ങനെ സൂസമ്മ ബെഡ്റൂമിലിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. സൂസമ്മ നെഞ്ചിടിച്ചുകൊണ്ട് കതക് തുറക്കാൻ പോയി, ചാക്കോച്ചൻ പുറത്തുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഇങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചു. കെട്ടിയോൻ ജോലി കഴിഞ്ഞ് വന്നു. അതെ ഇച്ചിരി ചായ ഇടടി എന്ന് പറഞ്ഞു. ഉടനെ ഈ സഹോദരിമാരുടെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഇവരുടനെ എന്ത് ചെയ്യുന്നറിയാമോ? ആ വായിച്ച പേപ്പറിൻ്റെ മൂല കൊണ്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവർ പറയട്ടെ ഒന്ന് മടക്കി വെക്കും. മടക്കി വെച്ചിട്ട് ഓടും അടുക്കളയിലോട്ട്. എന്തിനാ? കെട്ടിയോന് ചായ കൊടുക്കണ്ടേ? അല്ലേ പ്രശ്നമാണ്. അപ്പം ചായ ഇടുമ്പോൾ ഉള്ളിലൊരു ചിന്ത ഇങ്ങനെ ഭരിക്കുക. ചാക്കോച്ചൻ ബെല്ലടിച്ചിരിക്കുക, സൂസമ്മ തുറക്കാൻ പോയി, ഇനി എന്ത് സംഭവിക്കുമോ എന്തോ എന്നും പറഞ്ഞൊരു ആവേശത്തിൽ ചായ ഇട്ടിട്ട് നേരെ കൊണ്ടുവന്ന് കെട്ടിയോന് കൊടുത്ത്
പടാന്ന് ഓടിപ്പോയില്ല, അതെടുത്ത് തുറന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ളൊരു ആവേശത്തിൽ പോയി അത് വായിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതുപോലൊരു ആവേശം ബൈബിൾ വായിക്കാൻ തോന്നിയിട്ടുണ്ടോ? യഹോവയായ ദൈവം ശൗലിനോട്, നീ യുദ്ധത്തിന് പുറപ്പെടുക, നിന്റെ കണ്ണിന് കനിവ് തോന്നരുത്, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ഒന്നിനെയും ജീവനോട് പിടിക്കരുത്, എല്ലാത്തിനെയും സംഹരിച്ച് കളഞ്ഞേക്കുക. യഹോവയുടെ അരുളപ്പാടുമായി ശൗൽ യുദ്ധത്തിന് പുറപ്പെട്ടു. വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. കെട്ടിയോൻ വന്നു, ചായ റെഡി എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടൊന്ന് മടക്കി അടുക്കളയിൽ പോയി. അവിടെ ചെന്നിട്ട്, ശൗല് യുദ്ധത്തിന് പുറപ്പെട്ടു പോയേക്കുക, ഒന്നിനും ജീവനോട് പിടിക്കല്ലെന്നാണ് തമ്പുരാൻ പറഞ്ഞേക്ക്. ഇവ ഇനി എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു വെക്കുമോ, ഇനി വല്ലതിനെയും ജീവനോട് പിടിക്കുമോ, എന്തോന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് ഒരു നെഞ്ചിടിപ്പോട് ഓടി വന്ന് കെട്ടിയോന് ചായ ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോയി. അതിൻ്റെ ബാക്കി വായിക്കാൻ ഒരു ആവേശം തോന്നിയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, വായിക്കേണ്ട മൂഡിൽ വായിച്ചാൽ ഇത് ത്രില്ലറാണ്. വായിക്കേണ്ടതുപോലെ വായിച്ചാൽ ഈ പുസ്തകം നമ്മൾ അങ്ങനെ ചേർത്ത് പിടിച്ചു പോകും. അപ്പം ഇന്ന് രാത്രി ചോദിക്കാം, അങ്ങനെ അങ്ങോട്ട് ഇഷ്ടം തോന്നാൻ ഈ പുസ്തകത്തിന് എന്ത് പ്രത്യേകതയുള്ളത്? 1, 2 എന്ന് പറയാമോ? 1, ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട പ്രത്യേകത, ഈ പുസ്തകത്തിൽ ഒരിടത്തും മതം പഠിപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. മതം എന്ന് പറയുന്ന ഒരു സാധനം ഇത് പഠിപ്പിക്കണില്ല. ഒരമുറി കഷണം വചനം പോലും മതം പഠിപ്പിക്കുന്നില്ല, മതം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നില്ല, മതത്തിൽ ചേർക്കാൻ പഠിപ്പിക്കുന്നില്ല. മതപുരോഹിതന്മാർക്കെതിരെ സംസാരിച്ച ഒരാളെ ഞാൻ പുസ്തകത്തിൽ കണ്ടു, യേശുക്രിസ്തു. നോക്കണം. 1, ഇത് മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് ഈ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയാം, ബൈബിൾ ലോകത്തിന് നടുവിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു സന്ദേശം ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടു. ആ സന്ദേശമാണ് മനുഷ്യൻ പാപിയാണെന്നുള്ള വസ്തുത. അതൊരു ചെറിയ കാര്യമല്ല. മനുഷ്യൻ പാപിയാണ്. അപ്പം ഞാൻ ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ പോയ കാലത്ത് മനുഷ്യൻ പാപിയാണെന്ന് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. പിന്നെ ഇപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ എന്താ അത്ഭുതം തോന്നിയത്? കാരണമുണ്ട്. ഞാൻ അന്ന് പഠിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ചത് ആദമും ഹവ്വയും പാപം ചെയ്തു എന്നും, എന്നാൽ സർവശക്തനായ പടച്ചവൻ സൃഷ്ടാവ് ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും കരുണാനിധിയുമായതുകൊണ്ട് ആദമിൻ്റെ ഹവ്വയുടെയും പാപം തോട്ടത്തിൽ വെച്ച് തന്നെ പുറത്തു കൊടുത്തു എന്നും. എന്നാൽ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന അങ്ങനല്ല. ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരെല്ലാം പാപിയാണെന്ന് പറയുന്ന മണ്ടത്തരമാണ് ക്രിസ്ത്യാനി പഠിപ്പിക്കുന്നതെന്നും. എന്നാൽ സത്യം അങ്ങനല്ല. ആദമും ഹവ്വയും ചെയ്ത പാപം തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം അങ്ങ് പുറത്തു കൊടുത്തു എന്നുമാണ് പണ്ട് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്. അപ്പോൾ ക്രിസ്ത്യാനി പഠിപ്പിക്കുന്ന ശരിയാ, ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് എങ്ങനെയാ? അപ്പോൾ മണ്ടൻ ക്രിസ്ത്യാനി എന്ന് പഠിച്ചാൽ വളർന്നേ. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. എന്താ മനസ്സിലായി യാഥാർത്ഥ്യം? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ആദാമ്യ പാപം ഏദൻ തോട്ടം കൊണ്ട് അവസാനിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനെന്താ തെളിവ്? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 1, ഒരു വാദത്തിനു വേണ്ടി ആദമും ഹവ്വയും പാപം ചെയ്തു എങ്കിൽ ആ പാപം ദൈവം തോട്ടത്തിൽ വെച്ച് തന്നെ അങ്ങ് പുറത്തു കൊടുത്തു എങ്കിൽ ചോദ്യം ഇങ്ങനെയാണ്, രോഗം മാറിയാൽ രോഗലക്ഷണം മാറണം എന്നുള്ളതാണ്. ശരിയല്ലേ? വയറ്റിനൊരു വേദന, ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഈ വയറ്റിൽ വേസ്റ്റൊക്കെ വന്ന് അടിയുന്നൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചി നിറഞ്ഞു, അതുകൊണ്ടാണ് വേദന വരുന്നത്, അപ്പൻഡിക്സ് ആണ്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് സഞ്ചി എന്ത് ചെയ്യണം? എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ രോഗം സഞ്ചിക്കാണ്, ഓപ്പറേഷൻ ചെയ്തു, സഞ്ചി എടുത്ത് കളഞ്ഞു. അപ്പോൾ രോഗം എന്ത് ചെയ്തു? മാറി. രോഗം മാറിയാൽ ഈ വേദന എന്ത് ചെയ്യണം? മാറണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു സൈക്കോളജി. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രോഗം മാറിയാൽ രോഗലക്ഷണം മാറണമെങ്കിൽ പാപം അവസാനിച്ചാൽ പാപ സ്വഭാവം എന്ത് ചെയ്യണം? മാറണമെന്നുള്ളതാണ് അതിൻ്റെ തിയോളജി. പക്ഷേ ഞെട്ടിപ്പിച്ചൊരു വസ്തുത ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത്, ആദമും ഹവ്വയും പാപം ചെയ്തു, ദൈവം അവരുടെ പാപം പുറത്തു കൊടുത്തു എന്ന് ഖുർആൻ പഠിപ്പിച്ചപ്പോൾ ബൈബിൾ പറഞ്ഞു പാപം പൊറുക്കപ്പെട്ടില്ല. പകരം തൊട്ടടുത്ത തലമുറ കയീനും ഹാബേലും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നവൻ കൂടപ്പുറപ്പ് ഒരുത്തനൊരുത്തനെ കൊന്നുകളഞ്ഞു. അപ്പം പഴയ തിയോളജി വെച്ചിട്ടാണെങ്കിൽ രോഗം മാറി, പക്ഷേ ലക്ഷണം മാറിയില്ല. എന്നാൽ ബൈബിൾ പറയുന്നു രോഗം മാറിയില്ല. ഇതിലേതാ മണ്ടൻ എന്നുള്ളത് ബൈബിൾ എടുത്തപ്പോഴാണ് മനസ്സിലായത്. ഒരെണ്ണം പറയുന്നു രോഗം മാറി, പക്ഷേ ലക്ഷണം മാറിയില്ല. പക്ഷെ ബൈബിൾ പറയുന്നു രോഗം മാറിയില്ല, പകരം ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപികളായി. അപ്പോൾ രണ്ടാമത്തെ ഒരു ന്യായമായ ചോദ്യമുണ്ട്. ആദമും ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ? വളരെ സിമ്പിളായി ചിന്തിച്ചാൽ മനസ്സിലാക്കാം.
നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? ആരാ? എയ്ഡ്സ് രോഗിയാണ്. ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെ രോഗിയായി? അപ്പനും അമ്മയുമാണ് തെറ്റ് ചെയ്തത്, വഴിവിട്ട് ജീവിച്ച്, അല്ലെങ്കിൽ അവർക്കൊരു അബദ്ധം പറ്റി. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു തലമുറ ഒരു ജന്മം മുഴുവൻ ശിക്ഷ ചുമക്കുന്നു. ഇവിടുത്തെ മെഡിക്കൽ സയൻസിന് എതിർപ്പില്ല, ഇവിടുത്തെ ഡിഗ്രിക്ക് എതിർപ്പില്ല, യാതൊന്നിനും എതിർപ്പില്ല. എന്തുകൊണ്ടാണ്? അവർക്കൊരു ഉത്തരം പറയാനുണ്ട്. അത് രക്തത്തിലൂടെ വന്നതല്ലേ എന്നാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരും? ഇനി വന്നാലും നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാൽ പോരെ പാപി? ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്ന എന്തിനാണെന്നൊരു ചോദ്യം വരാം. രണ്ടിനും ചേർത്ത് ബൈബിൾ തരുന്ന ഒരു ഉത്തരമുണ്ട്. നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ മനുഷ്യൻ എങ്ങനെ സർവ്വ മനുഷ്യരിലും പാപം എത്തി എന്നുള്ളതിൻ്റെ ഉത്തരം കിടക്കുകയാണ്. ഒന്ന് കേട്ടാട്ടെ, വായിച്ച്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന്, അവൻ എന്ന പ്രയോഗം ദൈവത്തെ കുറിക്കുകയാണ്. ദൈവം ഒരുത്തനിൽ നിന്ന്, ആരായി പറയുന്ന ഒരുത്തൻ? ആദം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല, സിഖിനെയോ ജൈനനെയോ സൃഷ്ടിച്ചെന്ന് എഴുതിയില്ല. പകരം ഒരൊറ്റ പദം അവിടെ എഴുതിയത് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? കാവ്യ ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടാവ്. ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഉലകത്തിലുണ്ടോ? ഇവിടുത്തെ കാവ്യ ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ സമസൃഷ്ടിയാണ്, എൻ്റെ ദൈവമാണ് അവനെയും സൃഷ്ടിച്ചതെന്ന് തൻ്റെ ഇടത്തോടെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ഇതുപോലൊരു പുസ്തകം ഉലകത്തിലുണ്ടോ? ആമേൻ. ഒറ്റ രക്തം, ആദാമ്യ രക്തം. എന്തിനങ്ങനെ സൃഷ്ടിച്ചു? ദൈവം ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ് ദൈവം. ഇപ്പം ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. കാരണം ദൈവം വസിക്കുന്ന മന്ദിരം ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പള്ളിക്കെട്ടടത്തിൻ്റെ ഗോപുരങ്ങളിൻ്റെ അകത്തല്ല. ദൈവം വസിക്കുന്ന മന്ദിരം എൻ്റെയും നിൻ്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ദൈവം ഭൂതലത്തിലെങ്ങും ഇരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും മനുഷ്യനുണ്ടാകണം, അവൻ്റെ അകത്ത് ദൈവം ഇരിക്കണം. കാരണം ദൈവമെന്ന് പറയുന്നവൻ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഓമല്ലൂരുകാരെ, കൈപ്പട്ടൂരുകാരെ, പത്തനംതിട്ടക്കാരെ കണ്ണു തുറന്ന് മനസ്സിലാക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ, ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ, അല്ലാതെ ഏതെങ്കിലും ഒരു ജില്ലയ്ക്കകത്ത് ഒതുങ്ങുന്നവനല്ല സൃഷ്ടാവ്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ അകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങുന്നവനല്ല ദൈവം. ഇന്ന് നമ്മുടെ നാട്ടിലെ പല ദൈവങ്ങളെയും സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ കാണത്തില്ല, ചില ദൈവങ്ങളെ രാജ്യം വിട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. എന്നാൽ വേൾഡ് വൈഡായിട്ട് ലോകത്തെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ. ആമേൻ. അപ്പൊ ഭൂതലത്തിൽ എങ്ങും കൂടി ഇരിക്കേണ്ടതിന് ഒരുത്തനിൽ നിന്ന്, അപ്പൊ ആദാമെന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് സർവ്വ മനുഷ്യനും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റിന് ബി ജെ പിയെ കണ്ടുകൂടാ, ബി ജെ പിക്ക് കമ്മ്യൂണിസ്റ്റിനെ കണ്ടുകൂടാ, കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റിനെ കണ്ടുകൂടാ, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിനെ കണ്ടുകൂടാ, ഇവരെ ഒന്നും മറ്റൊരു വിഭാഗത്തിന് കണ്ടുകൂടാ, പിന്നെ ഹിന്ദുവിനെ ചില മുസൽമാനെ കണ്ടുകൂടാ, ചില മുസൽമാൻ ഹിന്ദുവിനെ, ഇങ്ങനെ പലവിധമാകുന്ന പരിപാടി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷേ രക്തം കൊടുക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഉണ്ടോ? ഒരു കുപ്പി ബ്ലഡ് വേണം, അത് കൊടുക്കാൻ വരുന്നവൻ ചരട് കെട്ടിയവനാണോ നോക്കിയാല, തൊപ്പിയിട്ടവനാണോ നോക്കിയാല, കൊന്ത ഇട്ടിട്ടുണ്ടോ എന്നും നോക്കിയാല. ഉണ്ടോ? രക്തം കൊടുക്കുമ്പോൾ ആർക്കും ഒരു വിഷയമല്ല, ഒറ്റ രക്തത്തിൻ്റെ ഉടമയാണ് മനുഷ്യൻ. ഈ മിനിമം ഈ തിരിച്ചറിവെങ്കിലും നമ്മുടെ മനുഷ്യന്മാർക്കുണ്ടായിരുന്നേ നമ്മുടെ നാട് സ്വർഗ്ഗതുല്യമായി പോയേനെ. പറ്റത്തില്ല. കാരണം ഈ ആരോഗ്യം തണ്ടും തടിയും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മസിലൊക്കെ ഉരുട്ടിപ്പിടിച്ചില്ല, ജിമ്മിലൊക്കെ പോയി അങ്ങനെ ഉരുട്ടിപ്പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചു വന്ന് സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ ഇവൻ ആരെയും കയറി തല്ലാന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. പക്ഷേ ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഇങ്ങനൊരു വലിയ എത്ര മസിലുള്ളവനും അല്ലേ? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ
ഒരൊറ്റ ശ്വാസമേ ഉള്ളൂ നീ. മിനിമം ആ ബോധമെങ്കിലും മനുഷ്യന്മാർക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പം ആദാമ്യ രക്തത്താൽ സർവ്വ മനുഷ്യരും പാപത്തിലായി എന്നുള്ളതാണ് വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കാതലായ സന്ദേശം. ശ്രദ്ധിക്കണം. അപ്പൊ പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ ദൈവം എന്താ ചെയ്തേ? അവിടെ മൂലം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന, ബൈബിൾ ധ്യാനിക്കാൻ പോകുന്നത്. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നു. മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് കടന്നുപോയി. സർവ്വ മനുഷ്യരും പാപത്തിലാണ്. ഇനി മനുഷ്യൻ പാപി അല്ല എന്ന് ചിന്തിക്കുന്ന വലിയ ഡിഗ്രിയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും. പക്ഷേ മനുഷ്യൻ പാപി അല്ല എന്ന് പറയുന്ന ഒരുത്തനോട് നമ്മൾ ചോദിക്കണം, അങ്ങനെയാണ് ഇന്ന് രാത്രി കട അടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്, നാളെ രാവിലെ അറിയാം കൈപ്പെട്ടൊരു പാവി ഉണ്ടോ ഇല്ലയോ. അടേ കടയ്ക്ക് പൂട്ടിടും. പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ചൊന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ ഒരു CCTV കൊണ്ടുവച്ചു. അദ്ദേഹം സമാധാനമായിട്ട് ഉറങ്ങി. പുലിയെ ഇറങ്ങുമെന്ന് പേടിച്ചല്ലല്ലോ വെച്ചത്. രാത്രി നമ്മുടെ നാട്ടിലെ സഹോദരിമാർ കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ട് വെച്ചേച്ച് ഇപ്പം കഥകിൻ്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ച് ഉറങ്ങുന്നു. ആരെ പേടിച്ച? രാത്രി പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട് ജീവിക്കുക. മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരു കാലം. മനുഷ്യൻ പാപിയല്ലേ? വേണ്ട, ഓരോ ദിവസവും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പറന്നു വീഴുന്ന പത്രവും തുറന്നു നോക്ക്. മനുഷ്യൻ പാപിയല്ലേ? 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റ തള്ളയുടെ കഴുത്ത് അറുത്ത് മാറ്റാൻ ഒരു 15 വയസ്സുകാരനെ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ? പറ. ആണോ? കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി പോറ്റി പുലർത്തിയ സ്വന്തം കെട്ടിയോനെ 55 വെട്ടി നുറുക്കി പീസാക്കി കഷണമാക്കി ബാഗിലിട്ട് തോളിലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി ഭാര്യ. ഏതെങ്കിലും ഈശ്വരന്മാരാണോ ഇത് ജയിച്ചത്? 10 മാസം വയറ്റെ തൂക്കിക്കൊണ്ട് നടന്ന് ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിലോട്ട് ഒറ്റ എറിഞ്ഞു കൊന്നു അമ്മ. മനുഷ്യൻ ഭാവിയല്ലേ? വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് വന്നു കയറിയ പെണ്ണിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചൊരുത്തം കൊന്നു ഭർത്താവ്. ഏതെങ്കിലും ഒരു ദൈവങ്ങളോ ഏതെങ്കിലും ഒരു ഈശ്വരൻ്റെ ആത്മാവാണോ ഇതൊക്കെ ചെയ്യിക്കുന്ന മനുഷ്യനെ കൊണ്ട്? നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം പ്രതീക്ഷകളാണ് അല്ലേ? എല്ലാ മാതാപിതാക്കളും മക്കൾ വളർത്തുന്ന പ്രതീക്ഷയോടെയാണ്. നാളെ എൻ്റെ മോള് പഠിച്ചൊരു ലെവലിലെത്തി ഒക്കെ ആയി കഴിയുമ്പോൾ, കാരണം ഞാൻ ഈ പ്രസംഗത്തോടൊപ്പം അല്പം പ്രവൃത്തി കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനമൊക്കെ മറ്റുള്ളവർക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നൊരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്, കൈത്താങ്ങെന്ന് പറയും. ഈ കൂട്ടായ്മയിലെ സഹായത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പറ്റുന്ന പോലെയൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പേരുടെ വിഷമം കേൾക്കുക. അപ്പോൾ അതിൽ കേൾക്കുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞത്, മോളെ നേഴ്സിങ്ങിന് വിടാൻ വേണ്ടി ലോൺ എടുത്ത് പഠിപ്പിച്ച് ജോലി കിട്ടുമ്പോൾ അടച്ചു തുടങ്ങിയാൽ മതി എന്നാൽ ബാങ്കിൽ സമാധാനം. അപ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ മോക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവളിത് അടച്ച് തീർക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ കൊച്ചിനൊരു ഭാവിയായി എന്നൊക്കെ ചിന്തിച്ചെടുക്കുക. പക്ഷെ ലോൺ എടുത്ത് കഴിയുമ്പോഴോ എടുത്ത് പഠിച്ച് കഴിഞ്ഞ് ഇവൾ ജോലിക്ക് കയറി 1 വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ അവൾ കുറേശ്ശെ ശമ്പളം കൊണ്ട് ഇത് അടച്ച് പപ്പയുടെ മമ്മയുടെ ആദ്യ തീർക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇവളെ കെട്ടാൻ ഒരുത്തം വരും. ഈ കെട്ടിക്കൊണ്ട് പോകുന്നവൻ പിന്നെ തല്ലിക്കൊന്നാൽ ഈ ലോൺ അടയ്ക്കാൻ സമ്മതിക്കുകയില്ല. നിൻ്റെ അപ്പനും അമ്മയും എടുത്ത ലോൺ എന്തിനാ എൻ്റെ ഭാര്യ ജോലി ചെയ്ത് അടയ്ക്കുന്നത്, അത് അവരടച്ചോളൂ എന്ന് പറഞ്ഞു. സംഭവിക്കുന്ന കാര്യം ഞാനീ പറയുന്നത്. പക്ഷെ കെട്ടിയവൻ പറയുന്നത് കേൾക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അവനെ കളഞ്ഞേച്ചിഞ്ഞ് വാടിയെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും പറയുമോ? അവർ പറയും ഒക്കെ മോളെ നീ അങ്ങനെ അവൻ പറയുന്ന പോലെ മോളെ അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ കിടന്ന് ആദ്യം പിടിച്ചിട്ട് ലാസ്റ്റ് ബാങ്ക് ജപ്തി നോട്ടീസ് വരുമ്പം അവർ നമ്മളെ വിളിക്കുക. എന്തിനാ അവർ ലോൺ എടുത്ത്? അവർക്ക് ഹോട്ടലിൽ പോയി അടിച്ചു പൊളിച്ച് നല്ല ഫുഡ് കഴിച്ച് തിന്ന് ജീവിച്ച അപ്പനും അമ്മയും അല്ലത്. ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മോക്ക് ജോലി കിട്ടിക്കഴിയും. എല്ലാ മാതാപിതാക്കളും പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്നേ. നാളെ എൻ്റെ കുഞ്ഞ് വളർന്ന് അവനൊരു ജോലി കിട്ടി, എനിക്കൊരു തണലാകും, ആ തണലിൽ എനിക്ക് അല്പം വിശ്രമിക്കാൻ പറ്റും, എല്ലാവരും പ്രതീക്ഷയാണ്. പക്ഷെ ഇന്ന് വിശ്വാസിയോ അവിശ്വാസിയോ എന്നൊന്നും വേർതിരിവ് വേണ്ട. എല്ലാ മാതാപിതാക്കളുടെയും പ്രതീക്ഷ തല്ലിക്കെടുത്തുന്ന ഒരു തലമുറ നമ്മുടെ നടുവിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക. എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഇവിടെ ഇപ്പം മക്കൾക്കുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ മെനഞ്ഞാന്ന് ഒറ്റ മോള്, രണ്ടാമത്തെ ഒരു മോള് വേണ്ടതെന്ന് ആളുകൾ ബന്ധുക്കളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾക്കുള്ള സ്നേഹം പങ്കുവെക്കുന്നില്ല, അവളൊക്കെ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്തുമെന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കി. അവൾക്ക് ഡിഗ്രിയായി LLB ആയപ്പോൾ അവൾ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ അവൾ പോയി. അപ്പനും അമ്മയും വിഷം കഴിച്ച് അവർ മരിച്ചു. ഞങ്ങളുടെ ഡെഡ് ബോഡി അവളെ കാണിക്കരുതെന്ന് എഴുതി വെച്ചിട്ട് അവർ മരിച്ചു. അതും ഒരു അപ്പനും അമ്മയല്ലേ? ഇനിയിപ്പോൾ നമ്മൾ തലകുത്തി എന്ന് പറഞ്ഞാൽ ഈ പെങ്കൊച്ചിൻ്റെ തലയിൽ ഇത് ഇപ്പോൾ കയറാൻ പോകുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവൾ 2 പ്രസവിക്കും. അന്നാണ് അല്ലേ? അതങ്ങനെയാണ്, അതിൻ്റെ ഒരു തിയോളജി അങ്ങനെയാണ്.
ഇപ്പം ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ ഉമ്മായും പാപ്പായും പുറകെ നടന്ന് എടാ പടിയടാ 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 എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെ വികാരം എന്തോ, ഈ സ്കൂള് കണ്ടുപിടിച്ചവനെ എങ്ങാനും കയ്യിൽ കിട്ടിയെങ്കിൽ അവനെ എടുത്ത് അടിച്ചു കൊല്ലണമെന്നൊക്കെ ചിന്തിച്ച് നടന്നൊരു കാലമാണ്. പക്ഷേ ഇന്ന് എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ ഇവരോട് 24 മണിക്കൂർ എന്താ പറയണേ? പടിയടി പടിയടി പടിയടി. പക്ഷേ ഇതതിൻ്റെ ഒരു തിയോളജി. ഇപ്പം പറയുമ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ ആ സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് അപ്പൻ്റെ അമ്മയുടെയും വേദന നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, നമുക്ക് വിഷയം വിട്ടു പോകാതെ തിരിച്ചു വരാം. അപ്പോൾ പ്രതീക്ഷകളോടെ വളർത്തുന്ന മാതാപിതാക്കളുടെ നെഞ്ചിൽ തീ കോരി ഇടുന്നൊരു തലമുറ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ മനുഷ്യൻ പാപിയല്ലെന്ന്? വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു. പാപം കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് സ്വന്തം പെൺകുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായിട്ട് ഇവിടുത്തെ മാതാപിതാക്കൾ ഉൾപ്പെടെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ പാപിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സഹതപിക്കല്ലാതെ വേറൊന്നും പറയാനില്ല. മനുഷ്യൻ പാപത്തിലാണ്. ഇപ്പം പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ പകർന്ന് പെരുകി തുടങ്ങിയപ്പോൾ ദൈവം മുന്നോട്ട് വെച്ച ഒന്നാമത്തെ പദ്ധതിയിലേക്ക് പോകാം. 1, 2, 3 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനൊരു പ്രമാണം കൊടുക്കുകയാണ് ചെയ്തത്. മോശ മുഖാന്തരം ഒരു ന്യായപ്രമാണം മനുഷ്യന് കൊടുക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ദൈവം ഈ ന്യായപ്രമാണം കൊടുത്തത്? ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാകും. എന്തിനാണ് ഈ ന്യായപ്രമാണം ദൈവം കൊടുത്തത്? ഇന്നും പല ക്രിസ്ത്യാനികളും പള്ളിക്കാരും പള്ളിയിലച്ചന്മാരും വിചാരിച്ചിരിക്കുന്നത് ഈ ന്യായപ്രമാണത്തിലൂടെ മോശയ്ക്ക് കൊടുത്ത ആ യാഗങ്ങളും പൂജകളും കർമ്മങ്ങളും ക്രിയകളും വഴിപാടുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പാപമോചനം പ്രാപിക്കാവുന്നൊരു ചിന്തയാണ് ഇന്നും പുരോഹിതന്മാരുടെ മനസ്സിൽ ഉൾപ്പെടെ ഇരിക്കുന്നത്. പക്ഷേ അതിന് ബൈബിൾ പറയുന്ന മറുപടിയാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച കുറുവാക്യം. അന്നേരം നിങ്ങളത് ശ്രദ്ധിച്ച് കാണത്തില്ല. ഇനി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത, ആ വാചകം ശ്രദ്ധിക്കണം, പാപങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള എന്നാണോ? ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. പുരോഹിതന്മാരുടെ പണിയാ പറഞ്ഞത്. ഇത് പെന്തിക്കോസുകാർ പറഞ്ഞുണ്ടാക്കിയതല്ല. ബൈബിള് പറയുകയാണ് പാപങ്ങളെ പരിഹരിക്കാൻ ഒരു കഴിവുമില്ലാത്ത യാഗങ്ങളാണ് പുരോഹിതന്മാർ ദിവസേന കഴിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ന്യായമായൊരു ചിന്ത നിങ്ങളുടെ ബുദ്ധിയിൽ വരണം. ഈ ന്യായപ്രമാണത്തിൽ കൊടുത്ത യാഗങ്ങളോ പൂജകളും കൊണ്ടൊന്നും പാപം മോചിക്കുകയല്ലേ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം കൊടുത്തേ? അത് ദൈവത്തിന് അത്ര പൊട്ടനാണോ? ദൈവത്തിന് അറിയത്തില്ലേ ഇത് കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്? പിന്നെ എന്നാ കൊടുത്തേ? ഇനി ഇതിന് തെളിവായി, ഇത് പെന്തിക്കോസുകാരുടെ വ്യാഖ്യാനമാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇതിന് തെളിവായി ഒരു വാക്യം, ഒരു വ്യാഖ്യാനം കൂടാതെ അങ്ങോട്ട് തരാം. 10-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ മതി. ഒരു വ്യാഖ്യാനം വേണ്ടെന്ന് വായിച്ചേ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ലായകൊണ്ട് അല്ലാത്തതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന, എല്ലാ വർഷവും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കിടക്കുന്നു. ന്യായപ്രമാണം ആവശ്യപ്പെട്ട പൂജകളും കർമ്മങ്ങളും വഴിപാടുകളും യാഗങ്ങളും എല്ലാം കാലങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നാലും മനുഷ്യനെ സൽഗുണപൂർത്തി വരുത്തുവാൻ, വിശുദ്ധീകരിക്കുവാൻ ഒരു നാളും കഴിയത്തില്ല എന്ന് ബൈബിൾ തന്നെ പറഞ്ഞേക്കുക. അപ്പം മറ്റേ ചോദ്യം പിന്നെയും ഒന്നുകൂടി ബലപ്പെടുക. എന്നാൽ പിന്നെ ദൈവത്തിന് ഇതറിയത്തില്ലേ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് മനുഷ്യന് പാപമോചനം കിട്ടത്തില്ലെന്ന് ബൈബിളിൽ തന്നെ എഴുതി വെച്ചേക്കുന്നു. അതറിയാതെ പുരോഹിതന്മാർ ഇത് കിണക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നും ബൈബിൾ പറയുന്നു. ഇത് ദൈവത്തിന് അറിയാലേ? അടാ ഇതെന്നാ ദൈവമാടാ? ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ദൈവം എന്തിനാ ഈ പ്രമാണം കൊടുത്ത്? അവിടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തിന് ദൈവം മോശ മുഖാന്തരം ജനത്തിന് ന്യായപ്രമാണം കൊടുത്തു എന്ന ചോദ്യത്തിന് നമുക്ക് 2 ഉത്തരം കണ്ടെത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ഒന്ന്, തെറ്റെന്ത് ശരിയെന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നിയമം ആവശ്യം. വേണ്ടേ? മനസ്സിലായില്ല. യോഗം കഴിഞ്ഞ് ഇവിടുന്ന് ബൈക്കിലോട്ട് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തലയിൽ എന്തെടുത്ത് വെക്കും? ഹെൽമെറ്റ്. കാറേ കയറുന്നവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് പിടിച്ചിടും? സീറ്റ്. എന്തിനാ ഇത് ചെയ്യണേ? അതാ മോനെ കറക്റ്റ്. സേഫ്റ്റി എന്നൊക്കെ ചുമ്മാ പറയുന്ന സത്യത്തിൽ ഇത് തലയിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? അല്ല, ഒളിച്ചിരുന്ന് ഇര പിടിക്കുന്ന ജീവി വളവിലുണ്ട് അല്ലേ? അതിനാ ഇല്ലാത്തതെന്തോ പറഞ്ഞ പോലെ കേരളത്തിൽ ഒളിച്ചിരുന്ന് ഇര പിടിക്കുന്ന ജീവി ഇല്ലേ? വളവിൽ ഒളിച്ചിട്ടിരുന്ന് ഇര പിടിക്കുന്ന ജീവി പിടിച്ച് പെറ്റി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് തലയിൽ വെക്കുന്നത്. അല്ല, സേഫ്റ്റി ആണെങ്കിൽ വളവ് കഴിയുമ്പോഴത്തേക്ക് ഊരി വണ്ടിയുടെ ഹാൻഡിലേക്ക് ഇട്ടുകൊണ്ട് പോവുമോ?
അപ്പൊ ഇങ്ങനൊരു നിയമം ഇവിടെ ഉണ്ട് എന്ന ബോധ്യം നമുക്കുള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇതെടുത്ത് വെക്കുന്നത്. അതാണ് എൻ്റെ ചിന്താവിഷയം. ഇതിട്ടില്ലെങ്കിൽ പിഴയടയ്ക്കും, അങ്ങനെ ഒരു നിയമം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന അറിവ് കിട്ടിയത് കൊണ്ടാണ് അത് കുറ്റമാണ്, അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. ഈ അറിവില്ലാത്ത കാലത്ത് ഞാനും നിങ്ങളും സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചവരാണ്. ഒന്നും സംഭവിച്ചില്ല. അന്നും ആളുകൾ അപകടത്തിൽപ്പെട്ടു, അന്നും മരിച്ചു, മരിക്കാത്തവർ ജീവിച്ചു, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി? ഒന്നുമില്ല. പക്ഷെ ഇവിടെ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലേ? ഇതുപോലെ മോശയുടെ കാലത്ത് നിയമം വരുന്നതിന് മുൻപ് കള്ളം പറയരുത്, കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുതെന്നുള്ള പ്രമാണമൊന്നും അബ്രഹാമിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മനുഷ്യൻ്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അബ്രഹാം കള്ളം പറഞ്ഞില്ലേ? ഇൻ്റർനാഷണൽ കള്ളമല്ലേ പറഞ്ഞു? എൻ്റെ ഭാര്യയല്ല, ഇത് പെങ്ങളാ, ചായ എടുത്തു, കുഴപ്പമില്ല, ജീവനെ പ്രാണനെ പേടിച്ചിട്ടാണ് പറഞ്ഞേ. പക്ഷെ ആ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അബ്രഹാമിനെ ദൈവം എവിടെങ്കിലും ശിക്ഷിച്ചതായി ഞാൻ വായിച്ചിട്ടില്ല. ചില ആളുകൾ പറയും റാഞ്ചൽ പക്ഷി ഇറങ്ങി കള്ള, ചുമ്മാ വെറുതെ വിറപ്പിക്കാനാ, ഒന്നും കഥ അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ചുമ്മാ പറയുന്ന. ഞാൻ പറയുന്നത് അബ്രഹാമിൻ്റെ മുമ്പിൽ നിയമമില്ലല്ലോ. എന്നാൽ മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഒന്ന്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ശ്രദ്ധിക്കൂ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്താൽ ദൈവത്തിന് പ്രസാദം, എന്ത് ചെയ്താൽ ദൈവം കോപിക്കും, എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടും. ഇങ്ങനെ കാറ്റഗറി തിരിച്ചെഴുതിയ ഒരു പ്രമാണം ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ കൊടുത്തു. ഒന്ന്, തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നിയമം വേണം. പോയിൻ്റ് ഒന്ന്. ഇനി ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തതിൻ്റെ കാതലായ ഒരു ഉദ്ദേശം നിങ്ങളുടെ കാത് തുറന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ ഉദ്ദേശം, അത് ശ്രദ്ധിച്ചു കേട്ടോ. ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം, ദൈവത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പുണ്യകർമ്മക്രിയ, നേർച്ച, കാഴ്ചാദികൾ കൊണ്ടും അവൻ്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് അവന് സ്വയം മോചനം പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് മനുഷ്യൻ എന്ന് തിരിച്ചറിയുന്നു, അന്ന് മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷയെ മനുഷ്യൻ അംഗീകരിക്കത്തുള്ളൂ എന്ന് സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യനെ അറിയാവുന്നത് കൊണ്ട്. ചിലരുടെ തലയിൽ അത് കയറിയിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം സൃഷ്ടാവിനറിയാം. എന്താ? അവനാവുന്ന പണി 58 നോക്കി വെച്ചു ഒക്കുന്നില്ലേ മാത്രമേ അവൻ അവരെ ആശ്രയിക്കൂ, ദൈവത്തെ. ശരിയല്ലേ? ഇവിടെ അടുത്തൊരാൾക്ക് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ. ഒരു സൗകര്യം ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. എന്നാ ഉണ്ട്? ഓ, കൈവിട്ട് പോയടി, 4ാം സ്റ്റേജൊക്കെ ആണെന്നാ പറയുന്നു. അപ്പോൾ ഈ സൂസമ്മ പറഞ്ഞു, ചാക്കോച്ച ഞാനൊരു അഭിപ്രായം പറയട്ടെ. എന്നാ? നമ്മുടെ അപ്പുറത്ത് ആ പ്രാർത്ഥനാ സ്ഥലമില്ലേ? ഏത്? ഇല്ല, പ്രാർത്ഥനാലയം ഏത്? മറ്റേ വെന്തിക്കോസോ? അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അതിന് അവിടെ ദൈവദാസന്മാരൊക്കെ വന്ന് രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ചാക്കോച്ചനൊന്ന് അങ്ങോട്ട് പോയാൽ ദൈവം സൗഖ്യമാക്കിയാലോ. ഉടനെ ചാക്കോച്ചൻ, ഞാനോ വെന്തിക്കോസുകാരുടെ കൂട്ടത്തിലോ? എൻ്റെ കുടുംബ കല്ലറ ഏതാണെന്നറിയാവോ? കുടുംബ വള്ളി ഏതാണെന്നറിയാവോ? 5 അച്ഛന്മാരുള്ള കുടുംബം, കന്യാസ്ത്രീമാർ വേറെ. വെന്തിക്കോസിൽ ഞാൻ അതിനേക്കാളും നല്ലത് ക്യാൻസർ വന്ന് ചാകുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. എന്നാൽ പിന്നെ പോട്ടെന്ന് പറഞ്ഞ് സൂസമ്മ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ഒരു ഹാപ്പി ന്യൂസ്. എന്താ? പിന്നെ വയനാട് ഒരു കേളു വൈദ്യനുണ്ടെന്ന്. എല്ലാ രോഗവും മാറ്റുമെന്ന് തന്നെ. ഓ, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ. പിന്നെന്താ, എടുക്കടാ വണ്ടി, വിടടാ. വയനാട് വിട്ടു. കേളു വൈദ്യം നോക്കി വെച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല കേട്ടോ, ഇച്ചിരി കടുപ്പോ. ഒരു കാര്യം ചെയ്യും, വേണ്ട, ഈ വനം ഫോറസ്റ്റ് കട്ട് ചെയ്താൽ മൈസൂർ വഴി കർണാടകയ്ക്ക് വിട്ടോ, അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. വൈദ്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിൽക്കുകയല്ല, ഒരു കാര്യം ചെയ്യും, വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് വിട്ടു. ഇവിടെ കേന്ദ്രമന്ത്രിമാർക്കൊക്കെ ചികിത്സിക്കുന്ന പുതിയൊരു വിങ് ഉണ്ട് ഡൽഹിയിൽ. എന്നാൽ പിന്നെ ഒതുക്കടാ വണ്ടി, എടുക്കടാ ഫ്ലൈറ്റ്. വിടുത്തു. നേരെ ഡൽഹി പോയി. ഡൽഹി ചെന്ന് അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇച്ചിരി കടുപ്പമായി പോയി, ഇത് ഇവിടെ നിൽക്കത്തില്ല, ഒരു കാര്യം ചെയ്യും, മലേഷ്യക്ക് വിടാൻ പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മലേഷ്യ വിട്ടു. മലേഷ്യ ചെന്നപ്പം 10 ഡോക്ടർമാർ വട്ടം കൂടി എന്നിട്ട് പറഞ്ഞു, ഈ ചാക്കോച്ച പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ സത്യം അതാണ്, ഇനി ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവസാനം മലേഷ്യയിൽ നിന്ന് കറങ്ങി തിരിച്ച് വീണ്ടും കൈപ്പട്ടൂർ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ല സൂസമ്മ എന്നിട്ട് പറയാം, ചാക്കോച്ച ഞാനൊരു കാര്യം പറയട്ടെ. എന്നാടി? ഇനി ആ ചർച്ചിൽ ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന. ഒന്ന് അങ്ങോട്ട് പോയാലോ? സകല കൊമ്പ് ഒടിഞ്ഞ് ചാക്കോ പറയാ. എന്നാ പിന്നെ ഒന്ന്. ഇതല്ലേ മനുഷ്യൻ?
ഇതല്ലേ മനുഷ്യൻ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ അവൻ്റെ പിറകെ നടന്ന് ദൈവം വിളിക്കും, ദൈവത്തിങ്കിലേക്ക് വാ, മാനസാന്തരപ്പെടും. കേൾക്കുകയല്ല. കണ്ണും കരലും കിഡ്നിയൊക്കെ അടിച്ചു പോയി IC യൂണിറ്റിൽ കിടക്കുമ്പോഴാണ് പാസ്റ്റർമാരുടെ പാസ്റ്ററേ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാടോ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം വിളിക്കുകയല്ലേ? ദൈവസന്നിധിയിൽ വന്നുകൂടെ? ദോഷത്തിനല്ലല്ലോ വിളിക്കുന്നത്, ദൈവസന്നിധി വരാനല്ലേ വിളിക്കുന്നത്. ആരോഗ്യത്തോടിരിക്കുമ്പോൾ സറണ്ടർ ആവുക. അപ്പം മനുഷ്യൻ്റെ പൊതു സ്വഭാവം, അവനാവുന്ന പണി മുഴുവൻ ചെയ്ത് അവൻ തുല്ലിട്ടിട്ട് മാത്രമേ ദൈവമുഖത്തേക്ക് നോക്കത്തുള്ളൂ. ഇത് നന്നായി അറിയുന്നവനാണ് സൃഷ്ടാവ്. പൂജകളും യാഗങ്ങളും എല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ മോശ മുഖാന്തരം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ക്ലോസും കൂടെ ദൈവം വെച്ചു. ആ ക്ലോസ് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ദൈവം ഒരു ക്ലോസ് വെച്ചു അതിനകത്ത്. എന്താണെന്നറിയാമോ? ന്യായപ്രമാണത്തിൽ ഒന്നി തെറ്റിയാൽ സകലതും കിടക്കുന്നു. ഒരു ക്ലോസ് വെച്ച് കൊടുത്തു. എല്ലാ പൂജയും വഴിപാടും ഒക്കെ ചെയ്തോ, കാളക്കുട്ടിയെ ആട്ടിൻകുട്ടിയൊക്കെ യാഗം കഴിച്ച് പാപമോചനമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കള്ളം പറഞ്ഞു പോയാൽ അതേ കിടക്കുന്നു, പോയി. അപ്പോൾ ഒരു ക്ലോസ് വെച്ചു. ഈ പൂജകളും യാഗങ്ങളും വഴിപാടുകളും കൊണ്ടൊന്നും ഇവൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് ഇവന് മോചനം ലഭിക്കുന്നില്ലെന്ന് ജനത്തിനൊന്നും പരിധി വരെ മനസ്സിലായി തുടങ്ങിയപ്പോൾ, ശ്രദ്ധിച്ചോണം, തമ്പുരാൻ മോശയോട് പറയുക, ഏകദേശം പഴുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, വിശ്വാസത്താലുള്ള ഒരു രക്ഷയുണ്ടെന്ന് ഈ ജനം ഇനി അങ്ങോട്ടൊന്ന് അറിയട്ടെ. അതിനു വേണ്ടി നീ എന്ത് ചെയ്യ്? മരുഭൂമിയിൽ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു. കേട്ടോണം, ഇതൊക്കെ ചുമ്മാ ഒരു നേരം പോക്കിന് വേണ്ടി ദൈവം ജയിച്ചതല്ല. മനുഷ്യൻ ആരാണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആമേ മോശയോട് പറഞ്ഞു, ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി അങ്ങ് ഉയർത്താൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരണത്തിലേക്ക് വീണു തുടങ്ങുന്ന ആളുകൾ ഒരു നാണയത്തുട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു യാഗം കഴിക്കാതെ, ഒരു പൂജ ചെയ്യാതെ, ഒരു രൂപ മുടക്കില്ലാതെ ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തിലേക്ക് ഒരൊറ്റ നോട്ടം നോക്കിയാൽ മരിച്ചെന്ന് വിധി എഴുതിയവൻ അതാ ജീവനിലേക്ക് തിരിച്ചു വരും. ഇന്ന് രാത്രി കാതു തുറന്ന് കേട്ടോ, ഒരു രൂപ ചെലവാക്കാതെ അക്ഷരീക മരണത്തിലേക്ക് പോകുന്നവൻ, ഒരു വൈദ്യനെ കാണാതെ, ഒരൊറ്റ മൂലി കഴിക്കാതെ ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തിലേക്ക് ഒരൊറ്റ നോട്ടം കൊണ്ട് മരണം മാറി ഇവൻ ജീവനിലേക്ക് വരുമെങ്കിൽ, ആമേൻ. എന്തിന് മോശയോട് അതിനെ ഉയർത്താൻ പറഞ്ഞു എന്നതിൻ്റെ മറുപടി യേശു കർത്താവ് പറഞ്ഞു നിക്കോദിമോസിനോട്. എന്താ? മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ കാൽവരിയിൽ ഉയർത്തപ്പെടേണ്ടതാകുന്നു. എന്തിന്? അക്ഷരീക പാമ്പിന്റെ കടിയേറ്റ് അക്ഷരീക മരണത്തിലേക്ക് പോകുന്ന മനുഷ്യർ ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തിലേക്ക് ജസ്റ്റ് ഒരു നോട്ടം നോക്കിയാൽ മരണം മാറി ജീവനിലേക്ക് വരുമെങ്കിൽ, കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുക്രിസ്തു എന്ന മഹായാഗത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നവൻ ആത്മീക മരണമാകുന്ന നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് ആത്മീക ജീവനായിരിക്കുന്ന നിത്യജീവനിലേക്ക് ഒരു നാണയത്തുട്ട് ചെലവില്ലാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി പാപമോചനം പ്രാപിക്കുന്ന വിശ്വാസത്താലുള്ള രക്ഷ കാൽവരിയിൽ ഉയർത്തപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ മരുഭൂമിയിൽ മോശ മുഖാന്തരം ദൈവം കാണിച്ചു. ചുമ്മാ ഒരു ഉച്ചക്കർക്ക് തോന്നിയിട്ട് ഒരു താമ്രസർപ്പത്തൊക്കെ ഉണ്ടാക്കട്ടെ, വെറുതെ ബോറടിച്ചിരിക്കുമല്ലേ എന്ന് പറഞ്ഞല്ല. മനുഷ്യൻ്റെ അകത്ത് ബോധ്യം വരണം, ഇന്നലെ വരെ ഞാൻ കഴിച്ച പൂജകൾക്കും വഴിപാടുകൾക്കും യാഗങ്ങൾക്കും നേർച്ച കാഴ്ചകൾക്കും പുണ്യകർമ്മ ക്രിയാദികൾക്കും എൻ്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാതിരുന്നപ്പോൾ ഉയർത്തപ്പെട്ടതിലേക്ക് ഒറ്റ നോട്ടേ ഞാൻ നോക്കിയുള്ളൂ. മരിക്കുമെന്ന് പറഞ്ഞ് ഞാനിതാ ജീവനിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെങ്കിൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലേക്ക് വിശ്വാസത്താൽ നോക്കുന്നവന് ആത്മീക മരണമാകുന്ന നരകത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും എന്ന വിശ്വാസത്താലുള്ള രക്ഷയുടെ ഡെമോ, അതാണ് മരുഭൂമിയിൽ നടന്നത്. ഇത് ഉപദേശിയോട് ആര് പറഞ്ഞു? ഇതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചുണ്ടാക്കിയതാണോ? വായിച്ചുകൂടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിന്റെ സ്വന്തം നാവാൽ പറഞ്ഞ വാക്യത്തിലേക്ക്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ശ്രദ്ധിച്ചോ, ഏത് സന്ദർഭത്തിലാ യേശു ഇത് പറഞ്ഞതെന്നും കൂടെ ചിന്തിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയറാ. ഏത് സന്ദർഭത്തിലാ പറഞ്ഞേ? ഒന്ന് വായിച്ചേ, 1 മുതൽ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, പെന്തിക്കോസുകാരുടെ വ്യാഖ്യാനം ഒന്നും വേണ്ട, എഴുതിയിരിക്കുന്ന അങ്ങ് വായിച്ചാൽ മതി.
യഹൂദന്മാരുടെ പ്രമാണി നമ്മുടെ നാട്ടിലെ പ്രമാണിമാരെ അറിയാമല്ലോ. അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ 10 പേര് ബഹുമാനിക്കുന്ന പ്രമാണിയായ നിക്കോദിമോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. എന്താ പകല് പോകാത്ത? പകല് പോകാത്തതിന്റെ കാരണം 9-ാം അധ്യായത്തിലുണ്ട്. വീട്ടിൽ പോയി വായിക്കണം, എനിക്ക് സമയമില്ല, ഇനി ഒത്തിരി പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിച്ചാൽ മതി. ആ നസറേത്തുകാരനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവിടെ ഒരു തീരുമാനം കമ്മിറ്റി എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇന്നും അങ്ങനെയാ. ഞാൻ തിരുവനന്തപുരത്ത് കോവളം ഭാഗത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. യോഗം കഴിഞ്ഞപ്പോൾ 3-4 സഹോദരിമാരൊക്കെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതാണ്. സന്തോഷം. തലയൊക്കെ ഇങ്ങനെ സാരി കൊണ്ട് മൂടി പുതച്ച് വെച്ച് വന്നേക്കുവാ. ഞാൻ എവിടെയാ താമസം? ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്. പാസ്റ്ററെ, എല്ലാ പ്രസംഗവും ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേട്ട് ഇവിടെ അടുത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വന്ന സന്തോഷം. എൻ്റെ പേര് ഇന്നതാ ഓരോരുത്തർ പരിചയപ്പെട്ടു. എന്നിട്ടൊരു വാക്ക്, പിന്നെ ഞങ്ങളുടെ പേര് പറഞ്ഞെന്നും പറഞ്ഞ് നാളത്തെ പ്രസംഗത്തിലൊന്നും ഇങ്ങനെ ഒരു സഹോദരിമാർ കാണാൻ വന്നൊന്നും പ്രസംഗത്തിൽ വിളിച്ച് പറഞ്ഞേക്കല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനാണ് ഇപ്പോൾ കുഴപ്പമില്ല, പേരല്ലേ, വേറെ ദോഷമുള്ളതെന്ന്. എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞങ്ങൾ ഈ കൺവെൻഷന് വന്നാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ആരും കാണാതെ തലയും പുതച്ചുകൊണ്ട് വന്നേക്കുകയെന്ന് എൻ്റെ അനുഭവം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല നിങ്ങളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ മറുപടി ഞാൻ നാളെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ ഞാൻ സംഘാടകരോട് പറഞ്ഞു, ഒരു കോളാമ്പി പള്ളിയുടെ നേരെ തിരിച്ചു വെക്കണം, ഇതിനൊരു മറുപടി പറയണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസത്തിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു, പുരോഹിത, നിന്റെ പള്ളിയിലെ വിശ്വാസി ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കണ്ടാൽ നീ വിലക്കുവോ? തൻ്റെ ഇടം ഉണ്ടോ വിലക്കാൻ? എടാ തോമസേ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് വേദപുസ്തകത്തിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുമ്പോൾ നീ ഇന്നലെ കള്ളുഷാപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു. നീ അത് നിർത്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പള്ളിക്കകത്തേക്ക് കടക്കരുത്. തൻ്റെ ഇടം ഉണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും കാണുകയല്ല. കാരണം ക്രിസ്മസ് ആഘോഷിക്കുന്നതേ കുപ്പി പൊട്ടിച്ച. മനസ്സിലായോ? ആ മനുഷ്യൻ്റെ ആത്മാവ് നരകത്തിൽ പോകുമെന്നുള്ളൊരു പെയിൻ പുരോഹിതന്മാരെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവൻ വിലക്കും. ഞങ്ങളുടെ അപ്പുറത്തെ ഉത്സവമായിരുന്നു ആറ്റോ. എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, എന്നാ മേള 10 ആന, അതിനൊത്ത കുതിര, വിലക്കുവോ? എടാ തോമസേ, ഇരമ്യാവ് 10:2 എഴുതിയിരിക്കുന്നു, ജാതികളുടെ വഴി പഠിക്കരുതെന്ന് എഴുതിയിരിക്കുമ്പോൾ നീ എന്തിനാടാ ഇതിനൊക്കെ പോയത്? നീ ഇത് മാനസാന്തരപ്പെട്ടേച്ച് വേണം ഞായറാഴ്ച പള്ളി കയറാൻ, വിലക്കുവോ? നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഒന്നും വിലക്കാതെ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനം, അത് വായിക്കുന്നവനും അത് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതി വച്ചിരിക്കുന്ന പുസ്തകം സത്യവചനം കേൾക്കാൻ പോകുന്നതിന് വിലക്കുന്നോ? പുരോഹിത പ്രമാണി, നിന്നെ ദൈവം നരകത്തിലിട്ട് വാർത്തു പോരുമെന്ന് ഞാൻ അവിടെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ആമേൻ. എന്തുകൊണ്ട് നിക്കോദിമോസ് രാത്രിയിൽ വന്നു എന്ന ചോദ്യത്തിന് യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവന് പള്ളിയിൽ നിന്ന് ഭ്രഷ്ടനാക്കണമെന്ന് 9 യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട്, വായിച്ചു കേട്ടോ വേഗം, നിർത്തി വായിക്കണേ സഹോദരി. അയ്യോ, എന്തോ ചിന്തയാണെന്നറിയാമോ? അത് ഒന്ന് വായിച്ചേ. റബ്ബി എന്താ വാക്കിന്റെ അർത്ഥം? ഗുരുവേ. റബ്ബുനി, ഗുരുവേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്തത്, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു പ്രമാണി, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണി, ഇനി അവൻ ആരാന്ന് അറിയണമെങ്കിൽ അതിന്റെ 10-ാം വാക്യം കൂടെ വായിച്ചാൽ പുള്ളി ആരാന്ന് അറിയാൻ വേണ്ടി 3:10 വായിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും. നിക്കട്ടെ, അതവിടെ നിക്കട്ടെ, നമുക്ക് പിന്നെ വരാം. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ്. അപ്പൊ ഇവൻ ആരാ? ഇസ്രായേലത്തെ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവ്, പുരോഹിതൻ, നാട്ടിൽ അറിയപ്പെടുന്ന പ്രമാണി. ഈ പുരോഹിതനും പ്രമാണിയുമായവൻ രാത്രി പമ്മി നസ്രായന്റെ അടുക്കൽ വന്നിട്ട്, യേശുവേ, നമ്മൾ സാധാരണ ഒരാൾ, ഇപ്പോൾ ഈ ഒരു പാസ്റ്റർ അടുക്കൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സൂസമ്മ, ഞാൻ ഇന്നടുത്ത. അല്ല, എൻ്റെ പേര് ജേക്കബ്, ഞാൻ ഇന്നടുത്ത് താമസിക്കുന്നു, പാസ്റ്ററെ ഒന്ന് കാണാം. അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ ഇല്ലേ, ഒരു പരിചയപ്പെടുത്തലില്ലേ? ഈ പുരോഹിതൻ, ഈ പ്രമാണി
വന്നിട്ട് യേശുവേ ഞാൻ നിക്കോദിമോസ്, ഇവിടെ അറിയപ്പെടുന്നൊരു പ്രമാണിയായ മനുഷ്യനാണ്, പിന്നെ ചില പുരോഹിത പരിപാടിയൊക്കെ ഉണ്ട് എന്നൊന്നുമില്ല. വന്ന ഉടനെ കർത്താവിനെ അങ്ങ് പുകഴ്ത്തുക. റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്യാൻ ആർക്കും നീ ഒരു സംഭവമാണ്, ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്നോടിപ്പോൾ യോഗം കഴിയുമ്പോൾ നിങ്ങൾ വന്ന് പാസ്റ്ററെ പ്രസംഗം സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനുഷ്യനായതുകൊണ്ട് പുകഴ്ച ഇഷ്ടപ്പെടാം. ചിലപ്പോൾ കോളർ പിടിച്ചിട്ട് പറയാം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇനി എനിക്ക് കുറേയൊക്കെ പറയാം. മനുഷ്യന് പുകഴ്ച ഇഷ്ടമാണ്. കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ അങ്ങോട്ട് പൊക്കി അടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളി വിചാരിച്ചു യേശു ഇത് കേൾക്കുമ്പോൾ അങ്ങ് രോമാഞ്ചം കൊണ്ട് നിക്കോദിമോസേ മോനെ രക്തം ജയം ഉമ്മ എന്നൊക്കെ പറയുന്ന പുള്ളി വിചാരിച്ചേ. ഇന്നും പല ഭക്തന്മാരുടെയും ചിന്ത അങ്ങനെ. പള്ളിയുടെയോ കുരിശടിയുടെ മുമ്പിൽ ചെല്ലുമ്പം എൻ്റെ യേശുവേ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ കർത്താവിന് അങ്ങ് രോമാഞ്ചം കൊള്ളും. നിൻ്റെ തോന്നലാ. യേശു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പറഞ്ഞൊരു മറുപടി പുസ്തകത്തിലുണ്ട്, വായിച്ചു നോക്ക്. യേശു അവനോട് ഞാൻ നിന്നോട് പറയും. ഇവന്റെ പുകഴ്ത്തലും സ്തുതിപാടലും ഒന്നും കേട്ട് കർത്താവ് രോമാഞ്ചം കൊണ്ടില്ല. കർത്താവ് ഒരൊറ്റ വാചകം അങ്ങോട്ട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുരോഹിതനായാലും കൊള്ളാം, പ്രമാണിയായാലും കൊള്ളാം, അംബാനിയുടെ അനിയനായാലും കൊള്ളാം. യേശു പറയുന്ന വാക്ക് കേട്ടോ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി കൈപ്പട്ടൂരിൽ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിത ശ്രോതാവേ, നീ പുരോഹിതനായാലും കൊള്ളാം, പ്രമാണിയായാലും കൊള്ളാം, ഇറങ്ങി നടക്കുമ്പോൾ കൈപ്പട്ടൂരുകാർ കുമ്പിടുന്ന നേതാവായാലും കൊള്ളാം, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കണി കാണത്തില്ലെന്ന് പെന്തക്കോസുകാരുടെ തിയോളജി അല്ല, നസറേത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ തിയോളജി. ആമേൻ. പുതുതായി ജനിക്കണം. പുരോഹിതനായാലും ജനിക്കണം, പ്രമാണിയായാലും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഇത് കേൾക്കുമ്പോഴാണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട്. അവർ പറയും യവന്മാരെ കൊണ്ട് തോറ്റു, യവന്മാരുടെ മുമ്പിൽ ചെന്ന് പെടാൻ പാടില്ല. കണ്ട ഉടനെ പറയും വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം. ഇമാർക്ക് എന്താ ഈ പറയുന്നത്? വീണ്ടും ജനിക്കണം. 19 വയസ്സായി, ഇനി ഞാൻ അമ്മയുടെ വയറ്റിൽ കയറി ഒന്നുകൂടെ ജനിക്കണോ? ഇതാ ഇന്നത്തെ ആളുകൾ ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചോദ്യം അല്ല, പിന്നെ ആരുടെ ചോദ്യാ? ദാ വായിച്ചോ. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ആണ്ട കിടക്കുന്നു. നമ്മൾ വിചാരിച്ചത് ഇപ്പോഴെങ്ങാണ്ട ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഒന്നുമല്ല. എടാ, കർത്താവിനോട് ചോദിച്ച പുള്ളികളായവന്മാര്. ഇനി വീണ്ടും ഈ ചുമ്മാ കിടന്ന് വീണ്ടും ജനിക്കണം, ഇനി രണ്ടാമത് അമ്മയുടെ വയറ്റിൽ കയറി ജനിക്കണോന്ന് യേശുവിനോട്. യേശു അതിന്റെ മറുപടി പറഞ്ഞ കേട്ടോ. അതിന് യേശു ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി കൈപ്പട്ടൂരിനോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ആർക്കും ഒരുത്തനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. പ്രമാണിയായാലും ശരി, പുരോഹിതനായാലും ശരി, ഇവിടുത്തെ എത്ര വലിയ പുള്ളിയാണെങ്കിലും ശരി. അതെന്താ ഈ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക? അപ്പം ചില പെന്തിക്കോസുകാർ ചാടിക്കയറി പറയും സ്നാനപ്പെടണമെന്ന് ആ ഭാഷ പറഞ്ഞ കേട്ടോ. അല്ല, സ്നാനത്തിൻ്റെ ഉപദേശം അവിടെ വന്നിട്ടില്ല, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് പെന്തക്കോസുകാർ കേൾക്കുന്ന വിശ്വാസ സ്നാനത്തിൻ്റെ ഉപദേശം വരുന്നത് അപ്പസ്തോല പ്രവൃത്തി 2 കാരണം അവിടെയാണ് പാപമോചന സ്നാനം കിടക്കുന്നത്. സുവിശേഷങ്ങളിൽ കിടക്കുന്നത് മാനസാന്തര സ്നാനമാണ്. രണ്ടും വ്യത്യാസമുണ്ട്, വിവരിക്കാൻ സമയം പോരാ. ഇതെല്ലാം പഠിക്കണം. ഈ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ വേദപുസ്തകം മനസ്സിലാക്കാതെ ഈ സ്റ്റേജിൽ കയറി ഓരോ വട്ടന്മാരെ ഓരോ ദിവസവും ഇങ്ങനെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഈ വട്ടത്തരം കേട്ട് മടുത്തു. കഴിഞ്ഞ ദിവസം ഒരുത്തം പറഞ്ഞു, നിന്റെ സ്പൈനൽ കോഡ് ശരിയാകാൻ വേണ്ടി യേശുവിൻ്റെ സ്പൈനൽ കോഡ് തകർന്നെന്ന്. ഇവനെയൊക്കെ കാലെ വാരി അടിക്കാൻ ആളില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ്റെ അസ്ഥികളൊന്നും അയ്യോ എന്തുവായി പറയുന്നേ, അവൻ്റെ അസ്ഥികളൊന്നുപോലും ഒടിഞ്ഞു പോകയില്ലെന്ന തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആമേൻ കാലുകളുടെ അസ്ഥി ഒടിക്കുന്നതിന് മുമ്പേ ക്രൂശിൽ അവൻ പ്രാണനെ വിട്ടു അല്ലേ. അപ്പോഴാ ഒരുത്തൻ പറയാം സ്പൈനൽ കോഡ് തകർന്നെന്ന് യേശുവിൻ്റെ. ഇത് കേട്ടോണ്ട് കുറേ എണ്ണം വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ എണ്ണം അങ്ങനെ. സ്വതന്ത്രം. ഞാൻ എന്തിനാ ഇത് പബ്ലിക്കിൽ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും. എൻ്റെ പൊന്നു ദൈവാസന്മാരെ, ഇടുങ്ങിയ ചിന്താഗതി മാറ്റണം.
പണ്ട് തൊഴിലുറപ്പിലും പിന്നെ അയൽക്കൂട്ടത്തിലുമൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ആളുകൾ വാർത്ത കൈമാറിയ കാലം അല്ലിത്. വിരൽത്തുമ്പിൽ സകല മനുഷ്യരും സകലരും കണ്ടും കേട്ടും ഇരിക്കുന്ന കാലമാണ്. ഈ കാലത്ത് നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ പൊതുജനം ഈ കീടങ്ങളെല്ലാം പെന്തക്കോസായിട്ടാണ് കാണുന്നത്. അത് മനസ്സിലാക്കണം. അവിടെ ദൈവാസന്മാർ എഴുന്നേറ്റ് നിന്ന് ശക്തമായി പറയണം, ഞങ്ങൾക്ക് ഇവറ്റകളുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നവന്മാരുമായിട്ടൊരു ബന്ധമില്ല. അതല്ല പെന്തക്കോസ്. വിയർപ്പിൻ്റെ അസുഖമുള്ള കുറേ പിള്ളേർ സ്റ്റേജിൽ കയറി കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തരങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. അതാ യേശു ചേച്ചിയുടെ പല്ലിൻ്റെ പോട് ഇപ്പോൾ തന്നെ അടക്കിയാണ്. കഷണ്ടിയിലതാ മുടി. ഇപ്പം യേശുവിൻ്റെ പണി ഇതാ, പല്ലിൻ്റെ പോടടയ്ക്കലും കഷണ്ടി മുടി കിളിർപ്പിക്കലും, നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, പിന്നെ കൊട്ടൻ ചുക്കാതി പണിയാട്ടിറങ്ങിയേക്കുക യേശു. ഇമാതിരി കീടങ്ങളൊക്കെയാണ് ഈ സുവിശേഷത്തിൻ്റെ വില കളഞ്ഞത്. കർത്താവ് സൗഖ്യമാക്കത്തില്ലേ? കർത്താവ് സൗഖ്യമാക്കി ഈ നടുവേനയും പല്ലുവേനയും ഉളുക്കും പിരിപ്പൊന്നുമല്ല. അപ്പോൾ ഇന്നാൾ ഒരു പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പുള്ളി ഉടനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, പാസ്റ്റേ നിങ്ങൾ ബൈബിൾ വായിച്ചോളൂ, യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം വലിയത് ചെയ്യുമെന്നാ. അത് വിശ്വാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നോട്. ഞാൻ പറഞ്ഞു, എടാ ഈ പറയുന്നതിന് ഒരു അല്പമെങ്കിലും നേരമുണ്ടെങ്കിൽ യേശു ചെയ്തതിലും വലിയത് ചെയ്യണമെങ്കിൽ യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താ? 4 ദിവസം ചീഞ്ഞളിഞ്ഞതിനെ ജീവനോടെ പുറത്തു കൊണ്ടു. അതിനും വലുത് നീ ചെയ്തെങ്കിൽ മിനിമം 5 ദിവസം ചീഞ്ഞതിനെ പുറത്തു കൊണ്ട് വരണം, അല്ലേ? അല്ലാതെ കുനിഞ്ഞേ നിവർന്നേ നടുവേദന ഇതാണാ വലിയത്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇയാളുടെ റൂട്ട് മാറില്ലേന്ന്. മാറിയിട്ടൊന്നുമില്ല പക്ഷേ, സ്തോത്രം, മാറിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പൊതുജനം സുവിശേഷത്തെ എതിർക്കാൻ കാരണം വികലമായ ഇത്തരം പഠനങ്ങളാണ്. കർത്താവിനെ നമ്മൾ അത്രയും കുറച്ച് കാണരുത് പ്രിയപ്പെട്ടവരെ. 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ ഉയർപ്പിച്ച കർത്താവിനെയാണോ ഈ കേവലം ഈ പരിപാടിക്ക് മുഴ ഉളുക്ക് ഇതിനൊന്നും ചുമ്മാ ഇടരുത്. അതിലും വലിയത് ചെയ്യാൻ കർത്താവ് ഇന്നും മതിയായവനാ. ദൈവിക രോഗസൗഖ്യം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. അത് പ്രസംഗിക്കുന്നവൻ പോക്കറ്റിൽ നിന്ന് ഇത് അസൗഖ്യം ഇപ്പോൾ തന്നെ പിടിച്ചോ അങ്ങനെ കൊടുക്കുന്നൊരു സാധനം അല്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസം അങ്ങോട്ട് ഉയർത്ത് വന്ന് ആ വിശ്വാസം അങ്ങോട്ട് വർദ്ധിച്ചു വന്നാലുണ്ടല്ലോ അവിടെ സൗഖ്യം നടക്കും. അത് നമ്മളെ കുത്തകയൊന്നുമല്ല ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാൻ. അതൊക്കെ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം വായിക്കണം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടോണ്ടിരുന്നതേ ഉള്ളൂ. അവൻ്റെ അകത്ത് വിശ്വാസം അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ അവൻ സൗഖ്യമായി. പൗലോസ് പറഞ്ഞു ഇപ്പോൾ തന്നെ മുടന്തൻ പിടിച്ചോ. ഒന്നുമല്ല, അവൻ്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ പൗലോസ് മനസ്സിലാക്കിയിട്ട് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക്. അടുത്ത വാക്കാ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച, ക്ഷണത്തിൽ അവൻ കാലൂന്നി കുതിച്ച് നടന്നു എന്നാ. അതാണ് ദൈവിക സൗഖ്യം. അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു സൗഖ്യമാക്കിയാൽ മുടന്തൻ എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ ക്ഷണത്തിൽ നടക്കും. അല്ലാതെ ഈ സ്റ്റേജിൽ കാണിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടി യേശുവിനില്ല. സൗഖ്യമായി കേട്ടോ, വിശ്വസിച്ചോ. ഗ്രാജുവലി അങ്ങ് ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ദൈവിക സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ ഇമാതിരി വികലമായ പഠിപ്പിക്കൽ. യേശു പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് പറയുന്നിടത്ത് പാപമോചന സ്നാനത്തിൻ്റെ ഉപദേശം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം പിന്നെന്താ യേശു പറഞ്ഞതിൻ്റെ പൊരുൾ? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. എന്താ വെള്ളം? യെശയ്യാവ് 55:1 വായിക്കാം. യെശയ്യാവ് 55:1 വേഗത്തിൽ. മൈക്കിൽ കൂടെ വായിച്ചാട്ടെ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിനു വരുവിൻ വന്നു വാങ്ങി തിന്നുവീൻ. അതെങ്ങനെ ശരിയാകുന്നേ? വെള്ളം വാങ്ങി എന്നെ പരിപാടിയായി എഴുതി വെച്ചേക്കുന്നത്. വെള്ളം വന്ന് കുടിക്കാനല്ലേ എഴുതണ്ടേ? അച്ചടി പക്ഷകം കാണുമായിരിക്കും അല്ലേ? അല്ല. അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, പണമില്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ വെള്ളത്തിന് വന്ന് വാങ്ങി തിന്നുവിൻ. എന്താ ഈ തിന്നുന്ന വെള്ളം? വെള്ളം കുടിക്കല്ലേ, തിന്നുന്ന വെള്ളം. ആമേ, പ്രവാചകനോട് ദൈവം പറഞ്ഞു, മനുഷ്യപുത്ര നീ കാണുന്ന ചുരുൾ തിന്നുക, അത് തിന്നു വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക, എന്നിട്ട് എൻ്റെ ജനത്തോട് പോയി പ്രവചിക്കുക, ഞാൻ ആ ചുരുൾ തിന്നു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരമായിരുന്നു, തേനിലും തേൻകട്ടയിലും
അധികം മധുരമുള്ള തിന്നുന്ന വെള്ളം ദൈവത്തിന്റെ വചനം. യേശു പറഞ്ഞതിന്റെ പൊരുൾ, നിക്കോദിമോസേ, നീ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കണം. പക്ഷേ വചനത്താലും ആത്മാവിനാലും ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരുത്തൻ ജനിച്ചിട്ടുണ്ട്. ആര്? വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പേര് യേശു. മറിയയോട് ദൂതൻ വിളിച്ചു പറഞ്ഞു, മറിയേ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ നിന്റെ മോൻ എന്ന് വിളിക്കപ്പെടും എന്നില്ല. ആ ക്രിസ്ത്യാനി വിചാരിച്ചിരിക്കുന്ന അങ്ങനെ, നിന്റെ മോനെന്ന്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിന് ഫലമായി യേശു അല്ലെങ്കിൽ പിന്നെ യേശു അനുഗ്രഹിക്കപ്പെട്ടവനല്ല. നിന്റെ മോനെന്ന് വിളിക്കപ്പെടുവെന്നല്ല എഴുത്ത്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ വിളിക്കപ്പെടാവൂ. ദൈവപുത്രനാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. വചനം ജഡമായി ഉദരത്തിൽ വന്നു. ആത്മാവും വചനവും ക്രിയ ചെയ്തപ്പോൾ നസ്രത്തുകാരനായ യേശു ജനിച്ചു. ഇന്ന് രാത്രി വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനനം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ യേശു നിന്റെ ഉള്ളിൽ ജനിക്കണം. അപ്പോൾ നീ വീണ്ടും ജനിക്കും. എങ്ങനെ? വചനത്താലും ആത്മാവിനാലും. അതെങ്ങനെ? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഏറ്റുപറയുന്നതിൻ്റെ പേര് വചനം. മറുഭാഗത്ത് ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ ഒരാൾക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ സാധിക്കില്ല. അപ്പൊ ഏറ്റുപറയുന്ന വചനം, ഏറ്റുപറയാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവും വചനവും ക്രിയ ചെയ്യുമ്പോൾ ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്നവന്റെ ഉള്ളിൽ യേശു ജനിക്കുന്നു. യേശു നിന്റെ പുൽക്കൂട്ടിലല്ല ജനിക്കേണ്ടത്. യേശു നിന്റെ വീട്ടിനകത്തല്ല ജനിക്കേണ്ടത്. യേശു നിന്റെ ട്രീക്കകത്തല്ല ജനിക്കേണ്ടത്. യേശു നിന്റെ ഉള്ളിൽ ജനിക്കുമ്പോൾ നീ വീണ്ടും ജനനം പ്രാപിക്കും. അതാണ് യേശു നിക്കോദിമോസിനോട് പറഞ്ഞത്. മനസ്സിലായോ? വീണ്ടും ജനനം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം, പുതുതായി ജനിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ പഠനം. അപ്പൊ എന്തിനാണ് മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയെന്ന ചിന്തയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയത് വിശ്വാസത്താൽ ഒരു രക്ഷ ഉണ്ട് എന്ന് ജനം തിരിച്ചറിയാനുള്ള ഒരു പ്രദർശനം മരുഭൂമിയിൽ നടത്തി. ഇനി അവിടെ നമുക്ക് വീണ്ടും തുടങ്ങാം. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ വിഷയം വിട്ടോ? ഓക്കെ, വിട്ടു. മോശ വിട്ടു, ദൈവവും വിട്ടു. നാളെ ഒരു പള്ളിയിലച്ഛൻ പെന്തിക്കോസുകാരോട് ഇച്ചിരി ദേഷ്യമുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളി ഈ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പെന്തിക്കോസുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവമക്കളെ, നമ്മൾ അറിയണം, എന്താ മരുഭൂമിയിൽ മോശയോട് താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാ? 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 ദൈവം. ദൈവം പറഞ്ഞിട്ടല്ലേ മോശ ഉണ്ടാക്കിയത്? അതെ. പിന്നെ നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ മാത്രം ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്? നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പറയണം, മോശയോട് പറഞ്ഞ ദൈവം തന്നെയാണ് ഞങ്ങളോടും ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് പറയണമെന്ന്. അപ്പോഴത്തേക്ക് വിശ്വാസികൾക്കൊക്കെ എന്നാ സന്തോഷം. എന്തിക്കോസുകാരെ തറ പറ്റിച്ചെൻ്റെ സന്തോഷം എന്നാ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ട പുരോഹിതന്മാരെ, നിങ്ങൾ ഉണ്ടാക്കിയ കഥ മാത്രം പറഞ്ഞ് കൈയടിപ്പിക്കരുത്. അതിന് ശേഷം എന്ത് സംഭവിച്ചെന്നും കൂടി ഈ കുഞ്ഞാടുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. ആയിക്കോട്ടെ, ഇവിടെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾ രാജാവായി, അതിനിപ്പോ എന്നാ? ഒന്നുമില്ല. അടുത്ത വാക്ക്. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. എത്ര വയസ്സിലാ രാജാവായ? പറഞ്ഞേ. 25 വയസ്സിൽ രാജാവായി. അടുത്തത്. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. 25-ാമത്തെ വയസ്സിൽ രാജാവായവൻ എത്ര വർഷം ഭരിച്ചു? 29 സംവത്സരം. അല്ല, ഇവർക്ക് മനസ്സിലായോന്ന് അറിയാനാ ഇവരോട് ചോദിക്കുന്നത്. എത്ര വർഷം ഭരിച്ചു? 29. വ്യാഖ്യാനം ഒന്നും വേണ്ടല്ലോ, വേണ്ട. അടുത്തത്. അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. നല്ല പേരല്ലേ, അതിന് എന്നാ കുഴപ്പം? അബി എന്നു പേര്. അടുത്തത്. അവൾ സെഖര്യാവിന്റെ മകൾ ആയിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് പിണക്കൊന്നുമില്ല. അടുത്തത്. അവൻ തന്റെ പിതാവായ ദാവീദ്
അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് കേട്ടോ നാട്ടുകാരെ, ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവ് യഹോവയായ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. എന്നാണ് അത്രയും ദൈവം പ്രസാദിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ ചെയ്തേ? അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആഹാ, അതാ യഹോവയ്ക്ക് പ്രസാദമുള്ളത് അതായിരുന്നല്ലേ? അല്ല, അത് എന്നാത്തിനാ പുള്ളി ഉടച്ചേ? അടുത്ത വാക്ക്. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടിയിരുന്നു. അതിന് ധൂപം കാട്ടി. അടുത്തത്, അതിന് നെഹുഷ്ടാൻ എന്ന് പേരായി. അപ്പൊ എന്തിനാ ഉടച്ചേ? മോശയോട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുണ്ടാക്കി. വിഷയം കഴിഞ്ഞു, ദൈവം വിട്ടു, മോശയും വിട്ടു. ആര് വിട്ടില്ല? ഇസ്രായേൽ ജനം വിട്ടില്ല. അവർ ഇതിനെ എടുത്തോണ്ട് പോയി ഒരു പേര് പങ്കിട്ടു. എന്താ? പേരിടാൻ ഒരു മിടുക്കരാ. ഇപ്പൊ ഓരോന്നിനും ഓരോ പേരല്ലേ. കളഞ്ഞു പോയതിനൊരു പേര്, മോഷണത്തിന് വേറൊരു പേര്, ശത്രു സംഹാരത്തിന് അടുത്ത ആള്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരാ. ഇതുപോലെ ഇവർ ഇതിനൊരു പേരം കിട്ടും. മോശം ഉണ്ടാക്കിയതല്ലേ, ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയല്ലേ. അതിനെടുത്ത് ജംഗ്ഷനിൽ കൊണ്ടുവച്ചൊരു പേരിട്ടു. എന്തുവാ? നെഗുഷ്ടാൻ എന്ന് പേര് വിട്ടിട്ട് അതിൻ്റെ മുമ്പിൽ എന്താ ആട്ടാൻ തുടങ്ങി? ധൂപം ആട്ടാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഉടയ്ക്കടാന്ന്. അവൻ ഉടച്ചു. അതുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രം പറയരുത്, ഉടച്ചതും കൂടെ പഠിപ്പിക്കണം കേട്ടോ. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആമേൻ. അപ്പോൾ മോശ ഈ ഡെമോ മനുഷ്യന്റെ മുമ്പിൽ മോശ മുഖാന്തരം കാണിച്ചിട്ട്, വിശ്വാസത്താലുള്ള രക്ഷയുണ്ട് എന്ന് മനുഷ്യന്റെ മുമ്പിൽ ഒരു പ്രദർശനം കാണിച്ചിട്ട്, സ്വർഗം ചെയ്ത അടുത്ത പദ്ധതി കേട്ടെ, പ്രവാചകന്മാരെ രംഗത്തിറക്കി. എന്നാ അടുക്കും ചിട്ടയോ പുസ്തകം. ഇത്രയും പരിപാടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രവാചകന്മാരെ രംഗത്തിറക്കി. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഓശ, യോവേൽ പ്രവാചകണത്തെ ഇറക്കിയിട്ട് ഒരൊറ്റ വിളംബരം. എന്താ? മാനവജാതിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വരാൻ പോകുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ന്യായപ്രമാണത്തിലെ പൂജകൾ കൊണ്ടും വഴിപാട് കൊണ്ടും യാഗം കൊണ്ടും മനുഷ്യൻ്റെ അകത്ത് കയറിയ പാപം മോചിക്കപ്പെടുമെങ്കിൽ എങ്കിൽ യേശു മരിച്ചത് എന്തിന്? അത് ചുമ്മാ സ്വർഗത്തിൽ ഇരുന്നപ്പം തലയ്ക്ക് ചൂടടിച്ചു ഭൂമിയിൽ പോയൊന്ന് യാത്രക്കാന്ന് വിചാരിച്ചു, ബോറടി മാറ്റാം, അത്രേ ഉള്ളൂ. ആണോ? നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി, നിങ്ങൾ സത്യം അറിയും. ശരിയാണല്ലോ. സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇത്രയും പീഡനം അനുഭവിച്ച അടിയിടിയും നിന്നെയും മുൾക്കിരീടം ഏറ്റുവാങ്ങി ഈ പങ്കപ്പാട് മുഴുവൻ സഹിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞ യാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്, പൂജയുണ്ട്, വഴിപാടുണ്ട്. ഞങ്ങളുടെ പാപം ഇനിയും മോചിക്കാത്ത പാപമാണെങ്കിൽ കുമ്പസരിച്ച് മോചിക്കുന്നുണ്ട്. പിന്നെ യേശു മരിച്ചെന്തിനാ? ആമേൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് പാപമോചനമില്ല. അത് മനസ്സിലാക്കുക. എന്നിട്ട് ദൈവം പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യ. ഇന്ന് യേശു ദൈവമാണോ എന്ന് സംവാദം, ഫോൺ തുറന്ന് സംവാദം. യേശു ദൈവമോ? എടാ മണ്ടച്ചാരെ, എന്തിനാടാ സംവാദം? ബൈബിൾ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഈ ഒറ്റ കഷണം വാചകം പോരെ. വീരനാം ദൈവം, നിത്യ പോരെ. ഈ കന്യകയിൽ നിന്ന് ജാതനായി വരുന്നവൻ ആരാ? നിത്യ എന്നേക്കും പിതാവായിരിക്കുന്നവനായി വരുന്നേ. ബൈബിൾ വിശ്വസിക്കുന്നവന് സംവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ പറയാം അത് മറ്റവൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് വരെ സംവാദം നടത്തിയിട്ട് മറ്റവൻ പറഞ്ഞിട്ടുണ്ടോ നീ പറഞ്ഞതാ ശരിയെന്ന്? ബൈബിൾ പറയുന്നു യഹോവ നല്ലവനെന്ന് പഠിച്ചറിയുവനെന്നല്ല, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ദൈവത്തെ തിയോളജി പഠിച്ചല്ല അറിയേണ്ടത്, ദൈവത്തെ അനുഭവിച്ചറിയുന്നവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. വേഗത്തിൽ വരാം. അപ്പൊ ശ്രദ്ധിക്കുക. ആമേൻ. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇനി അതിശയപ്പെടുത്തുന്ന ഒരു ചിന്ത പറയാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് ബൈബിൾ പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുന്നേയാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 300 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ. പുള്ളി വന്നിട്ട് പറയുക, യെശയ്യാവ് പറഞ്ഞ ആ രക്ഷകനുണ്ടല്ലോ,
അവൻ ബെത്ലഹേം എന്ന ഗ്രാമത്തിലെ എഫ്രാത്ത് എന്ന വില്ലേജിൽ ജനിക്കും. ഇന്ന് രാത്രി അഭിമാനത്തോടെ കൈപ്പട്ടൂരിനോട് പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട് പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് പ്രവചന നിവൃത്തിയായി ജനിച്ച ഒരുവൻ ഈ ഉലകത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ ജനിച്ചിട്ടില്ല. ഉണ്ടോ മരുന്നിനൊരുത്തനെ കാണിക്കാൻ? പ്രവചിച്ചതുപോലെ വന്നവൻ, പ്രവചിച്ചതുപോലെ ഇറങ്ങി വന്നവൻ. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ശ്രീനാരായണ ഗുരു, ഒത്തിരി 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 മഹാരഥന്മാർ, ഗുരുക്കന്മാർ ജീവിച്ച ഇന്ത്യ മഹാരാജ്യത്ത് ഇവരാരെങ്കിലും ജനിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പോ, ഒരു മണിക്കൂർ മുമ്പോ, ഒരാഴ്ച മുമ്പോ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനൊരു മഹാൻ ഇന്നടുത്ത് ജനിക്കുമെന്ന് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞോ? ഒരു മണിക്കൂർ മുമ്പെങ്കിലും പ്രവചിച്ചോ? തത്തയും കൊണ്ട് നടക്കുന്നവനെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇനി ഒരു വാദത്തിന് പെന്തക്കോസ് തത്തകൾ പറഞ്ഞില്ല ഇങ്ങനൊരു മഹാൻ ജനിക്കും. ജനിച്ച് കഴിഞ്ഞേച്ച് വല്ല മുട്ടിലെ മുഴയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ നോക്കാം. ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ തത്തകളൊന്നും, ഈ ഒത്തിരി തത്തകളാണ് സ്വോത്രം ലക്ഷണം പറയുന്നവന്മാർ. ഒരുത്തൻ പറഞ്ഞു 2020 തഴയ്ക്കുന്ന വർഷമാണെന്ന്. ഈ ഒരുത്തനും പെരയ്ക്കകത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ പോയി, തഴച്ചു. ഇതാവുള്ള തത്തകൾ, ലക്ഷണം പറയുന്ന തത്തകൾ. വിക്കനായ മോശ സ്വർഗത്തിലെ ദൈവത്തെ എന്ന് കണ്ടുമുട്ടിയോ അന്ന് അവൻ്റെ വിക്ക് പ്രാഗൽഭ്യത്തോടെ ലക്ഷങ്ങളോട് സംസാരിച്ചു. പക്ഷേ ഈ തത്തകളൊക്കെ ദൂത് പറയുമ്പോൾ വിക്ക ബി 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 ബാബു എന്നൊരു പേരെന്നെ കാണിക്കുന്നു. ബാബു പിന്നെ എന്നാടാ വിക്ക് വന്നേ? സ്വോത്രം. എന്നെ എല്ലാവരും അനക്കെ പോയ കണ്ടോ? നാട്ടുകാരെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ പറയരുതെന്ന. ഇത് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കണ്ടപ്പോൾ പറയാം, ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കും. ഏതോ ഒരാളോട് പരിശുദ്ധാത്മാവ് ഇവിടെ വിടുന്നു. ഇത് ഏത് ആത്മാവാണ് ഇത്? കറക്കി കുത്തു. ആരോടൊക്കെയോ ഏതോ ഒരാളോട്. ഞാനപ്പോൾ ഓർത്ത്, എൻ്റെ പൊന്നെ ദൈവമേ, കർത്താവായ യേശു ക്രിസ്തു കാട്ടത്തിയുടെ കീഴെ വന്ന് നിന്നുകൊണ്ട് മേലോട്ട് പോയി, ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ? അവൻ ഇരുന്ന മരത്തിൻ്റെ കീഴെ എത്തി മേപ്പോട്ട് നോക്കി ഒറ്റ വിളിയാ, സക്കായേ ഇറങ്ങി വാ. എന്നാ ദൂത് ക്രിസ്റ്റൽ ക്ലിയറാ. ഏതോ ആരോ എവിടെയോ. ആ പരിപാടിയൊന്നും പുസ്തകത്തിലെ പരിശുദ്ധാത്മാവിനില്ല. ബിക്കോസ് പരിശുദ്ധാത്മാവ് ദൈവമാ, സംശയത്തിനിടയില്ല. ദൂതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷേ ഈ കറക്കി കുത്തുന്ന പരിപാടി ഞങ്ങളില്ല. ആമേൻ. ആരോടൊക്കെയോ എവിടൊക്കെയോ ഏതോ ഒരാളോട് കറക്കി കുത്തിയ. നാളൊരാൾ പറഞ്ഞു ബാബു കൊണ്ടുവന്നു. അലറി വിളിച്ചിട്ടും അവിടെ ബാബുവില്ല. അവസാനം പറഞ്ഞു ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഇവിടെ? എന്നിട്ടും ബാബുവിനെ കിട്ടിയില്ല. അവസാനം പറഞ്ഞു നിങ്ങളുടെ പരിസരത്ത് എവിടെങ്കിലും ഒരു ബാബു? ബാബു മെനക്കേടായി, എവിടെങ്കിലും കൊണ്ട് കുത്തണ്ടേ അതിന് വേണ്ടിയേ. അപ്പം അതുകൊണ്ട് ഇത്തരം പരിപാടികളെ ഒന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആമേൻ. പ്രവചനത്തിലും ദൂതിലൊക്കെ ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. പക്ഷേ അത് കറക്കി കുത്തുന്ന പരിപാടിയല്ല, ക്രിസ്റ്റൽ ക്ലിയറാണ്. ആമേൻ. അപ്പൊ പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നു. ശ്രദ്ധിക്കുക. ആമേൻ. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടക്കി ജീവിച്ചു മാതൃക കാണിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എബ്രായ ലേഖനത്തിൽ വായിച്ച കുറിവാക്യം പോലെ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിക്കുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു കയറി. ഇന്ന് രാത്രി കൈപ്പട്ടൂരിൽ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, ഇന്ന് രാത്രി നിന്റെ പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ നിനക്കൊരു കാഴ്ച കാണാം. അവിടെ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ കണ്ടോ കാൽവരിയിൽ തൂങ്ങുന്നത്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അവനെ കണ്ടാൽ ആളല്ല. ഒന്ന് ചിന്തിക്കേ,
ശൂനേങ്കാരത്തിയോട് ചോദിക്ക്, നിന്റെ പ്രിയൻ എങ്ങനാ, അവനെ കാണാൻ കൊള്ളാമോ? അവൾ പറയാ, എൻ്റെ പ്രിയനോ ആയിരങ്ങളിൽ 10,000 സുന്ദരനാ, വെണ്മയും ചുവപ്പുമുള്ളവനാ, അതിശ്രേഷ്ഠനാ. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, അല്ലല്ല, അങ്ങനല്ല. ഇപ്പോൾ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമൊന്നുമില്ല, അവന് കോമളത്വമില്ല, അവൻ വിരൂപനെ പോലെ അതാ കാൽവരുടെ കൊലക്കളത്തിൽ കിടക്കുന്ന കണ്ടോ, വീണു എഴുന്നേറ്റും നടക്കുന്ന കണ്ടോ, ഓരോ ചാട്ടവാറടിക്കും പീസു പീസായി മാംസ കഷണങ്ങൾ ഇളകി തെറിച്ചു പോകുന്ന കണ്ടോ. അവന്റെ എല്ലുകൾ അവർക്ക് കാണാം, അവന്റെ അസ്ഥികൾ അവർക്ക് എണ്ണാം. തലയ്ക്കകത്ത് മുൾക്കിരീടം ആഞ്ഞാഞ്ഞ് അടിച്ചു കയറ്റിയത് കണ്ടോ. അവൻ താഴേക്ക് വീഴുവാൻ ഒറ്റ തുള്ളി രക്തം ബാക്കിയില്ലാതെ വിലാപ്പുറത്ത് കുന്തം കൊണ്ടൊരു കുത്തുകുത്തിയപ്പോൾ പുറത്തേക്ക് വരുവാൻ രക്തത്തുള്ളികൾ ബാക്കിയില്ലാതെ വെള്ളം പുറപ്പെട്ടവനായി കിടക്കുന്ന യേശുവിനെ കണ്ടോ. അവിടെ ഒരു വാചകം, എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചൊരു വാചകം ഞാൻ നിങ്ങൾക്ക് കൈമാറാം. പ്രവാചകൻ പറഞ്ഞു, അവൻ വായ തുറക്കാതിരുന്നു. എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചൊരു വാചകമാണ്. അവൻ വായ തുറക്കാതിരുന്നു. എൻ്റെ എന്നോട് ചോദിക്കുക, ആരാ വായ തുറക്കാതിരുന്നേ? ആരാ ഇവൻ? കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പി നിർത്തിയ ദൈവം, ലാസറെ പുറത്തു വാ എന്ന അരമുറി കഷ്ണം വചനം കൊണ്ട് 4 ദിവസം ചീഞ്ഞവനെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവം ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളയാൻ കഴിയുന്ന അധികാരം നാക്കിൻ്റെ തുമ്പത്തുണ്ടായിട്ടും പ്രവാചകൻ പറയുന്നു, അവൻ വായ തുറക്കാതിരുന്നു. ഇന്ന് രാത്രി മനസ്സാക്ഷിയിൽ നിന്നുകൊണ്ട് ചോദിക്ക്, യേശുവേ, നീ എന്തുകൊണ്ട് വായ തുറന്നില്ല? നീ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഒരു വാക്ക് കൽപ്പിച്ചുകൂടെ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മറുപടി പറയും, സഹോദരി, അവൻ വായ തുറക്കാതിരുന്നത് അത് നിനക്ക് വേണ്ടിയാണ്. സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. മാതാവേ, പിതാവേ, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിൻ്റെ തീച്ചുളക്കകത്ത് പോയി വീഴാതിരിപ്പാൻ എൻ്റെ യേശു എനിക്കും നിനക്കും പകരമായി കാൽവരിയിൽ യാഗമായി. ഇന്ന് രാത്രി കൈപ്പട്ടൂരിനോട് പറയാ, അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയട്ടെ, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. കൈപ്പട്ടൂരിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം രൂപപ്പെടത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി രാജമ്മ സഹോദരി ഇവിടെ ഒരു കൺവെൻഷൻ നടത്തത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഈ മുറ്റത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന്. ഒരിക്കൽ കൂടി ചോദിക്കുക, ഇന്നും ഈ 8:35 യേശു ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതി. അയ്യോ, എന്ത് സന്തോഷമാ എനിക്ക്. കാരണം നിങ്ങളെല്ലാം വിശ്വസിക്കുക, യേശു ഇന്നും ഇപ്പോഴും ജീവിക്കുന്നു. സന്തോഷമായി. കാരണം ഞങ്ങളുടെ നാട്ടിലും കുറേ ക്രിസ്ത്യാനികളുണ്ട്. പലരുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നെന്ന് സന്തോഷിക്കാതെ എങ്ങനെ ഇരിക്കും? എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മക്കളുള്ള അപ്പന്മാരിൻ്റെ ആ തിരിപ്പില്ലേ, കള്ളം പറയാതെ സത്യസന്ധമായി എന്നോട് മറുപടി പറയാമോ? പിതാക്കന്മാരെ, നിങ്ങൾ ജീവനോടെ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ഭിത്തിയെ കൊണ്ട് ആണിയടിച്ച് വെച്ച് ഒരു പൂമാലയും ഇട്ട് കുറച്ച് പൂക്കളും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് നിങ്ങളെ അപ്പൻ്റെ ഫോട്ടോ എടുത്ത് ഭിത്തിയെ വെച്ചേച്ച്, നിങ്ങൾ അവിടെ ജീവനോടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ഭിത്തിയെ വെച്ചേച്ച് കൊച്ചവിടെ എന്ന് പറയുക, പ്രിയപ്പെട്ട പപ്പായേ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നു, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. ഇഷ്ടപ്പെടുവോ? മക്കളുള്ള അപ്പന്മാർ സത്യസന്ധമായി പറ, ഇഷ്ടപ്പെടുവോ? നിങ്ങൾ ആരെങ്കിലും ആ മകനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പൊന്നുമോനെ ചക്കര ഉമ്മ പറയുവോ? എന്നാലും നിനക്ക് എന്നോട് ഇത്ര സ്നേഹം, അമ്മയുടെ ഫോട്ടോ പോലും നീ വെച്ചില്ല, എൻ്റെ വെച്ചുള്ളൂ, അത്രയും സ്നേഹമാണോ എന്ന് നിങ്ങൾ ചോദിക്കുമോ? പകരം നിങ്ങളൊരു വടിയെടുത്ത് അവനെ തല്ലും. എന്നിട്ട് നിങ്ങളുടെ അപ്പൻ്റെ ഹൃദയം പറയും,
എടാ വടി കൊണ്ടുപോലെ ജീവനോടിരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തിയെ വെച്ചേച്ച് 100 രൂപ തരാനോ ഓർഡറാന്ന് പറയത്തില്ലേ? ഇത് ചിരിക്കാൻ പറഞ്ഞതല്ല. ഈ ലോകത്തിലെ ഒരു അപ്പൻ്റെ ചങ്ക് നൊന്തെങ്കിൽ, ഈ ലോകത്തിൽ ഒരു പിതാവിൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഇപ്പോഴും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആമേൻ 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെയും നിന്നെയും ഒടുക്കിക്കളയാതെ 2024 കൂടെ പ്രവേശിക്കാൻ പിതാവിനോട് മധ്യസ്ഥ അണച്ചുകൊണ്ട് ഇന്നും ജീവനോടെ നിൽക്കുന്ന, കല്ലേറുകൊണ്ട് ചാകാൻ തുനിഞ്ഞ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയിൽ യേശുവിന്റെ രൂപം കണ്ടെന്നല്ലടോ. ആമേൻ. ദൈവത്തിന്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായി നിൽക്കുന്നവനെ കണ്ടു എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ, നീ ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. ആമേൻ. വേദപുസ്തകം ചോദിക്കുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അതെങ്കിലും വിശ്വസിക്ക്, എനിക്ക് നിനക്കും വേണ്ടി യേശു സ്വർഗത്തിൽ ജീവിക്കുന്നു. അതിനെവിടാ ഉപദേശിച്ച തെളിവ്? യോഹന്നാൻ 3:13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മാമേൻ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റു. 2 ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യകൽപ്പന കൊടുത്തു. എന്താണ് അന്ത്യകൽപ്പന? വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16:15. വേഗം വായിച്ചാട്ടെ. പിന്നെ അവൻ അവരോട്, യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. സത്യസന്ധമായി കൈപ്പെട്ട ഒരു കാര്യം പറ. യേശുക്രിസ്തു ഏൽപ്പിച്ച ഈ അന്ത്യകൽപ്പന, പുറപ്പെട്ട് സകല ഇടത്തും പോയി സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന ഇന്ന് ഈ ലോകത്തിൽ ചെയ്യുന്നത് ആരാ? സത്യസന്ധമായി പറ. ആ സമൂഹമാണ് പെന്തക്കോസ്ത്. എന്നാൽ പെന്തക്കോസ്തുകാരോടാണോ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പത്രോസ് ഒന്നാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനി പറയുന്ന പത്രോസിനോടും കൂട്ടരോടും പറഞ്ഞത് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, സകല ജാതികളെ ശിഷ്യരാക്കണം. ഏത് പത്രോസാണ് ഇന്ന് അങ്ങനെ ചെയ്യുന്നത്? ഒരെണ്ണത്തെ മരുന്നിന് കാണിച്ചു തരാമോ? പള്ളിക്കകത്ത് റിമീട്ടോമിയുടെ ഗാനമേള വെക്കും. എന്നാ മിണ്ടാത്തെ? അതാണോ കർത്താവ് ഏൽപ്പിച്ച അന്ത്യകൽപ്പന? ഞാൻ പുത്തൂര് ഇവിടെ അടുത്തല്ലേ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു യാക്കോബക്കാരൻ അപ്പച്ചൻ 65-70 വയസ്സുണ്ട്, ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയാ, എൻ്റെ പൊന്നുമോനെ, ഒരു മുസൽമാൻ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ഗതികേടുണ്ടായല്ലോടാ. അതൊരു ഗതികേടാ. പക്ഷെ അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ നമ്മളിപ്പോൾ മുസൽമാനല്ല, ദൈവവേദലാന്നുള്ളത്. എന്നാലും ആ അപ്പച്ചൻ അത് പറഞ്ഞല്ലോ. എടാ പൊന്നുമോനെ, ഇങ്ങനെയൊക്കെ പുസ്തകത്തിൻ്റെ അകത്തുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നതെന്ന്. മനസ്സിലായോ? ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശു നാമമല്ലാതെ എന്ന പാട്ടെഴുതിയ ഫാദർ ജോസഫ് മനക്കലച്ചൻ എറണാകുളത്ത് വെച്ച് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ, ഒരു കൗതുകത്തിന് ലോഹയൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ കൗതുകത്തിന് ചോദിച്ചു, അച്ചോ എത്ര വയസ്സായെന്ന്? 65-70 എന്തോ പറഞ്ഞു. ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പാ. ഞാൻ ചോദിച്ചു, ഈ ഇത്രയും പ്രായമായപ്പം പെന്തിക്കോസി വരണമെന്ന് തോന്നിയത് എന്താന്ന് കൗതുകം. അന്ന് ഞാൻ വചനം പഠിച്ചു വരുന്ന ഒരു പയ്യനാ. കൗതുകത്തി അച്ഛനോട് ചോദിച്ചു. അച്ഛൻ എന്നോട് ഒത്തിരി ഒന്നും പറഞ്ഞില്ല, ഒരു വാചകം പറഞ്ഞു വെച്ച് പോയി. ഓ വേറൊന്നും ഇല്ലടാ കൊച്ചനെ, ആവർത്തന പുസ്തകം 4:15 കണ്ടത് 65-ാമത്തെ വയസ്സിലാണ്. ഇപ്പം എല്ലാവരും ആവർത്തനം 4:15 തപ്പാൻ പോകും. വീട്ടിൽ പോയി തപ്പിയാൽ മതി. കാണേണ്ടത് കാണുന്നില്ല. ബൈബിള് വീട്ടിലുണ്ട്, സകലരുടെയും വീട്ടിൽ വേദപുസ്തകമുണ്ട്. പക്ഷേ ഇതിലെന്താ ഉള്ളതെന്ന് പലർക്കും അറിയത്തില്ല. പലരുടെയും വീട്ടിൽ എന്താ ബൈബിളിലുള്ളതെന്ന് ചോദിച്ചാൽ, ബൈബിള് ഷോക്കേഴ്സ് ഇരിപ്പുണ്ട്, അതിനകത്ത് എന്താ ഉള്ളതെന്നറിയാം. പിന്നെ കറണ്ട് ചാർജിൻ്റെ കോപ്പി, കരപടച്ചതിൻ്റെ രസീത്, തൊഴിലുറപ്പിൻ്റെ ചീട്ട്, നോട്ടീസ്, പിന്നെ കെട്ടിയോൻ പോയി കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടി പൈസ ഇപ്പോൾ അമ്മമാർ അധികം കൊണ്ട്. കാരണം ജീവനുണ്ട് ഇങ്ങനെ ഉലുവാപ്പാട്ടെ വെച്ചാലും എടുക്കും, കടുക് പാട്ടെ വെച്ചാലും അങ്ങനെ എടുക്കും. ബൈബിളിൽ വെച്ചാൽ തൊടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് അങ്ങനെ ഒരു ഉപകാരമുണ്ടെന്ന്. പുസ്തകം എടുത്തൊന്ന് വായിക്കേ. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇന്ന് ആ കൽപ്പന നിന്നയും പരിഹാസവും തെറിയും ചവിട്ടും അപമാനവും സഹിച്ചുകൊണ്ട് ഇന്നും എൻ്റെ കർത്താവിൻ്റെ അന്ത്യകൽപ്പന അഭിമാനത്തോടെ ചെയ്യുന്നൊരു കൂട്ടമുണ്ടെങ്കിൽ ഞങ്ങളെ ഉള്ളെന്ന് ഞങ്ങൾക്ക് സധൈര്യത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞങ്ങൾക്ക് വിളംബരം ചെയ്യാൻ സാധിക്കും.
ഞങ്ങളെ കളിയാക്കുന്നു, ഞങ്ങളെ പരിഹസിക്കുന്നു, ഞങ്ങളെ തല്ലുന്നു, ഉപദ്രവിക്കുന്നു. പക്ഷെ എന്തിന്? ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. നിങ്ങളുടെ സുവിശേഷം കേട്ട എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരു അമ്മ കേരളത്തിലില്ല. നിങ്ങളുടെ സുവിശേഷം കേട്ട അന്ന് തൊട്ട് എൻ്റെ കെട്ടിയോൻ എന്നെ തല്ലാൻ തുടങ്ങിയെന്ന് പറയാൻ ഒരു ഭാര്യ കേരളത്തിലില്ല. നിങ്ങളുടെ സുവിശേഷം കേട്ട എൻ്റെ മോൻ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ ഒരു അമ്മ കേരളത്തിലില്ല. പകരം കള്ളു കുടിച്ച് നടന്ന, കഞ്ചാവ് അടിച്ച് നടന്ന അനേക 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 മനുഷ്യരെ കുടുംബത്തിന് കൊള്ളാവുന്നവരാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് സുവിശേഷം. ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ പകയ്ക്കുന്നു, ഞങ്ങളെ പരിഹസിക്കുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു. എന്നാലും ഞങ്ങൾ സുവിശേഷം പറയും. അത് വാശി തീർക്കാനല്ല, നാട്ടുകാരെ നിങ്ങളെ ശല്യപ്പെടുത്താനല്ല. ചില ആളുകൾ പറയും, നമ്മളെക്കുറിച്ച് ആകെ പറയുന്നൊരു കംപ്ലൈൻറ്റ് എന്തെന്നറിയോ? ഭയങ്കര ശബ്ദമാണ്. സ്വന്തം മനസാക്ഷിയോട് പോലും നീതി പുലർത്താതാണ് ഇത് പറയുന്നത്. നമ്മൾ ഭയങ്കര ശബ്ദമാണെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഊമകളായിരിക്കണം. ആണോ? ഈ മുറ്റത്ത് വെച്ചിരിക്കുന്ന 4 പെട്ടി ശബ്ദമാണെന്ന് പറയുന്ന അണ്ണന്മാർ അടുത്ത മാർച്ച് മാസം ആകുമ്പോൾ കണ്ടോണം. ഈ SSLC പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ മുക്കിന് 50,000 വാട്ട്സ് കെട്ടി വെച്ച് അടിച്ചാലും ഇവിടുത്തെ ഒരു അണ്ണന്മാർക്കും SSLC പ്രശ്നമില്ല, ഹാർട്ട് അറ്റാക്ക് പ്രശ്നമില്ല, രോഗിക്ക് പ്രശ്നമില്ല. പെന്തിക്കോസുകാർ കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറയുമ്പോഴാണ് ഈ പിരിയം കുത്തിളകുന്നത്. എടാ, നീ 50,000 വാട്ട്സ് റോഡിൽ കെട്ടിവെച്ച് തുള്ളുമ്പോൾ 2 എണ്ണം കള്ളു കുടിച്ച് തുണിയില്ലാതെ ഓടെ കിടക്കും. ഞങ്ങൾ 4 വെട്ടി വെച്ചിട്ട് തൊണ്ട കീറുമ്പോൾ കള്ളു കുടിച്ച് നടക്കുന്ന 4 എണ്ണം കുടുംബത്തിന് കൊള്ളാവുന്നവനായി മാനസാന്തരപ്പെടും. അല്ലാതെ ഒരു ദോഷവും ഞങ്ങളുടെ സന്ദേശം നാടിന് വരുത്തിയിട്ടില്ല. അപ്പം എന്തിനാ നിങ്ങളിങ്ങനെ തൊണ്ട കീറുന്നു എന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, കൈപ്പട്ടൂർ ദേശവാസികളെ ക്ഷമിക്കണേ, നിങ്ങളെ ഉപദ്രവിക്കാനല്ല, ശല്യപ്പെടുത്താനല്ല, വാശി തീർക്കാനല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചില അണ്ണന്മാർ പറയും, അത് ഇവിടെ പറയണ്ട, അത് നിൻ്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. ഒരു വേറെ വല്ല ഉപദേശിമാരെയും വിളിച്ചോണം. എവിടെ നിർത്തിയാലും ഞാൻ ചാകാൻ മെനക്കെട്ട് കിടക്കുന്നവനാ, നീ കൊല്ല്. എടാ, യേശുവിന് വേണ്ടി ചാക്കോ മരിച്ചെന്ന് കേൾക്കുന്നതിനേക്കാളും അന്തസ്സുണ്ടടാ ഷമീർ കർത്താവിനെ പ്രസംഗിച്ച് കൊല്ലപ്പെട്ടെന്ന് കേൾക്കാൻ. അളിഞ്ഞ കൊറോണ പിടിച്ച് കിടന്ന് നരകിച്ച് ചാവുന്നതിനേക്കാൾ അന്തസ്സല്ലടാ കർത്താവിന് വേണ്ടി മരിക്കുന്നത്. സ്തോത്രം. പണ്ട് സുവിശേഷം പ്രസംഗിക്കേണ്ടതൊക്കെ അതൊക്കെ മോഹമാ. പ്രസംഗിക്കാൻ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രസംഗിച്ചിരിക്കും. സ്തോത്രം. ഞാൻ സ്തോത്രമൊക്കെ പോയാൽ അതുകൊണ്ട് യേശുവിൻ്റെ അന്ത്യകൽപ്പന കൈമാറി. ഒരു ഭാഗം കൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. 5 മിനിറ്റ് മുന്നോട്ട് പോയാലും ഇരിക്കണം. എൻ്റെ അത്രയും ദൂരെ പോകേണ്ടവരാരും ഇല്ലെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുക, ഈ കൽപ്പന ഏറ്റെടുത്ത് ശിക്ഷകണം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കർത്താവ് അവരുടെ കണ്ണിന് മറഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. ഉടനെ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ ദൂതന്മാർ വന്ന് അവരോട് പറഞ്ഞ വാചകത്തിലേക്കും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ ശ്രദ്ധയെ കൊണ്ടുവന്നാട്ടെ. വായിച്ചോ. ഗലീല പുരുഷന്മാരെ, ദൂതന്മാർ ഇറങ്ങി വന്ന് പറയാ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കൈപ്പട്ടൂരിനോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. കൈപ്പട്ടൂർ ദേശമേ കേൾക്ക, യേശുവിന്റെ മടങ്ങി വരവിതാ ആസന്നമായി. ഹല്ലേലൂയ. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? വായിച്ചോ, താഴോട്ട് വായിച്ചോ. ഈ യേശുവിനെ യെരുശലേമിന് സമീപത്ത് അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ശിഷ്യന്മാർ യെരുശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എന്നാ ഭാഷയിൽ വായിച്ചു? ഒന്നുമില്ല. ഒലിവുമലയിൽ നിന്ന് അവർ യെരുശലേമിലോട്ട് വന്നു. അത്രേ ഉള്ളൂ. വായിച്ചു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോണം. അവര് പാർത്തുകൊണ്ടിരുന്ന മാളികമുറിയിൽ കയറിപ്പോയി. കൈപ്പട്ടൂരുകാരെ, ഈ മാളികമുറിയിലോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഞാനൊന്ന് പ്രസിദ്ധപ്പെടുത്താൻ പോവുകയാണ്. വേണ്ടവരൊന്ന് കുറിച്ചിട്ടോ. പിന്നെ ഞങ്ങള് തെറ്റു പറഞ്ഞെന്ന് പറയരുത് പ്ലീസ്. കയറിപ്പോയവരുടെ പേര് ഒന്ന് പരസ്യപ്പെടുത്താം. നിർത്തി വായിച്ചേ. പത്രോസ്. ആരാണ് പത്രോസ്? 1-ാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ നാട്ടിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന, ഞങ്ങൾക്ക് എതിർപ്പില്ല, അങ്ങനെ വിശ്വസിച്ചു. 1-ാമത്തെ പോപ്പ് പത്രോസ്, യോഹന്നാൻ,
യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാസ് ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും. അതെന്നാത്തിനാ നിങ്ങൾ വായിച്ചേ? നിങ്ങൾ അമ്മയില്ലാത്തവരല്ലേ? പെന്തക്കോസുകാർ അമ്മയില്ലാത്തവരാണ്, നാട്ടിലാളുകൾ പറയുന്നതാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ആ യേശുവിൻ്റെ അമ്മ മറിയെക്കുറിച്ച് നിങ്ങളെന്തിനാ വായിച്ച? പെന്തക്കോസുകാരെ അമ്മയുണ്ടോ ഇല്ലയോ എന്താ ഇപ്പം തെളിയിച്ചിട്ടായി പ്രസംഗം നിർത്താൻ പോവുക. എന്തായാലും കയറിപ്പോരുടെ കൂട്ടത്തിൽ ആരുണ്ട്? പത്രോസ് ലീഹയുണ്ട്, യൂദാസ് ലീഹയുണ്ട്, തോമാസ് ലീഹയുണ്ട്, യേശുവിൻ്റെ അമ്മയായ മറിയ ഉണ്ട്, പിന്നെ മറ്റു സഹോദരങ്ങൾ ഉണ്ട്. ഇവരെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വ്യാഖ്യാനിക്കാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരവിടെ പോയിരുന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ പെന്തിക്കോസുകാരുടെ വ്യാഖ്യാനമൊന്നും വേണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നു. അങ്ങനാണോ? പെന്തക്കോസ്ത് നാൾ വന്നു. പെന്തക്കോസുകാർ വന്നു എന്നല്ല അമ്മാമേ, അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസുകാർ അല്ല, പെന്തക്കോസ്ത് നാൾ വന്നു. അതെന്നാ? അത് 50-ാം പെരുന്നാൾ ദിവസം സകല ദേശത്തുള്ള ദേശവാസികളും പെരുന്നാൾ ആഘോഷിക്കാൻ യെരുശലേം പട്ടണത്തിൽ വന്നുകൂടുന്ന പന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നു. ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. 50-ാം പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് എല്ലാവരും കാതു തുറന്ന് കേട്ടോണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്തോന്ന്? അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിൽക്കട്ടെ, ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? പെന്തിക്കോസ്. അങ്ങനെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരിയാണ് മറിയ. വ്യാഖ്യാനം ഒന്നും പറഞ്ഞില്ല. 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഹ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഹ, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഹ, 1-ാമത്തെ പെന്തക്കോസുകാരി മറിയയും കൂടുള്ള സഹോദരിമാരും. ഇവരെല്ലാം കലവിലാന്ന് പറഞ്ഞിട്ടാണ് കൈപ്പട്ടൂരുള്ള ഞങ്ങൾ പറയാൻ തുടങ്ങിയത്. ആമേൻ. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തൻ്റെ ഇടത്തോടെ പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന അന്യഭാഷ പറഞ്ഞത് അമ്മ. എന്തേ? ഞാൻ വ്യാഖ്യാനിച്ചൊന്നുമില്ലല്ലോ. ആമേൻ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എല്ലാവരും ആത്മനിറവിലായിരിക്കുമ്പോൾ ഒരുത്തൻ ആത്മാവിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പോപ്പ് പത്രോസ് ലീഹ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം. പത്രോസ് ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടിട്ട് അവിടെ കൂടി വന്നവിടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? ജനങ്ങൾ പറ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ കൊണ്ടേ? കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവന്റെ ചങ്കത്ത് കത്തി കയറും. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചകത്ത് ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പത്രോസിന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? ആണോ? ഇന്നങ്ങനെ. ഇന്ന് കമ്മിറ്റി കൂടുമ്പോൾ പറയും, ആരെ വിളിക്കണം നമുക്ക് പ്രസംഗിക്കാൻ? അപ്പോൾ 2 പേര് പറഞ്ഞു, നമുക്ക് ഷമീർ കൊല്ലത്തെ പുള്ളിയെ വിളിക്കാം. അതിനെ പുള്ളി കുത്തുവന്നു. അപ്പം മറ്റേ 8 എണ്ണം നിൽക്കുക, വിളിക്കരുത്. എന്നെ വിളിക്കുന്നത് സ്നേഹം കൊണ്ടാണെന്നാണോ നിങ്ങളുടെ ചിന്ത? ചുമ്മാതെ. അങ്ങേര് സുവിശേഷം പറഞ്ഞോളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം മരുന്നിന് പോലും സുവിശേഷം പറയുന്ന ഒരുത്തനില്ല. വരുന്ന എല്ലാം പെന്തിക്കോസുകാരെ ഇട്ട് ഇളക്കി വെച്ച് എഴുന്നേറ്റ് പോവുക. അവർക്ക് ഡിമാൻഡുള്ളൂ. നമ്മളാകുമ്പോൾ പിന്നെ ചാകാൻ നടക്കുകയാണല്ലോ, പറഞ്ഞോളൂ എന്ന്. അപ്പോൾ ഈ 2 എണ്ണം പറഞ്ഞു സുവിശേഷം പറയും, പുള്ളിയെ വിളിക്കാതെ. മറ്റേ 8 എണ്ണം ഒറ്റക്കാലം പുള്ളി പെന്തിക്കോസുകാർക്ക് ഇട്ട് തന്നെ പുള്ളി കുത്തും, വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഈ 2 എണ്ണത്തിന് നിർബന്ധം കൊണ്ട് വിളിച്ചു. ഏറ്റവും വലിയ കോമഡി എന്തെന്നറിയോ? നമ്മളവിടെ പ്രസംഗിക്കാൻ ചെന്ന് അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പം ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്ന ഈ 8 എണ്ണമായിരിക്കും.
അയ്യോമാരുടെ മനസ്സിൽ കലിപ്പ് വെച്ചിട്ട് ഒന്ന് കെട്ടിപ്പിടി. ചിലതൊക്കെ ഉമ്മ വയ്ക്കുകയും ചെയ്യും. അയ്യോ യൂദായേക്കാളും വലിയ ഉമ്മയാണല്ലോ ഇവൻ തന്നേന്നാണ് എൻ്റെ ഓർമ്മ. സോദരം, കാര്യം ഇന്നൊന്നും വേണ്ട. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ കൂട്ടത്തോടെ ആളുകൾ പെന്തക്കോസിലേക്ക് വന്നതേ പാപബോധം, മാനസാന്തരം, രക്ഷ, സ്നാനം തുടങ്ങിയതൊക്കെ കറതീർത്ത് പ്രസംഗിച്ചിട്ടാണ്. ആചാര്യോപദേശം ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഇന്നും ഉണ്ടോ? ആ മനുഷ്യൻ പ്രസംഗിച്ച് ഇന്നെങ്ങാണോ ആയിരുന്നെങ്കിൽ പെന്തിക്കോസുകാർ അങ്ങനെ പിടിച്ച് ചുമല വെച്ച് ഒട്ടിച്ചേനെ. അതിൻ്റെ പകുതിയുടെ പകുതി പോലും അനീഷ് കാവാനോ ഷമീർ കൊല്ലോ ഒന്നും പറയുന്നില്ല. അങ്ങേര് പറഞ്ഞ പോലെ ഉണ്ടോ? അങ്ങേരൊക്കെ തീയാ. ഒരുത്തനെ നോക്കിയല്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇഷ്ടമില്ല. കാര്യം എന്താ പറയുക, ഈ കുത്തുകൊള്ളുന്ന ആത്മാവ് വേണ്ട. പ്രസംഗം കഴിഞ്ഞ് അങ്ങോട്ട് കാറിൽ പോയിരുന്ന് 5 മിസ് കോള് ആരാടി എന്നെ വിളിച്ച. ഞാൻ യോഗത്തിലായിരുന്നു, അതാ എടുക്കാൻ. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? വരണമായിരുന്നടി. ഇപ്പം ഇതാ സ്റ്റൈല്, ചിരിക്കുക. പാപബോധം വേണ്ട, മാനസാന്തരം വേണ്ട, സത്യസൂചിയോട്ടം വേണ്ട. അങ്ങനെ ചിരിച്ച് അമ്പലക്കാർക്ക് ഉത്സവം, പള്ളിക്ക് പെരുന്നാൾ, നമുക്ക് മാത്രം ഒന്നും ഇല്ലല്ലോ എന്നുള്ള വേദന തീർക്കാനായിട്ട് ഒരു വർഷം കൺവെൻഷൻ വെച്ച് എല്ലാവരും ചിരിച്ച് മറിഞ്ഞു പോവുക. സുശേഷം വേണ്ട, മരുന്നിനൊരുത്തൻ രക്ഷിക്കപ്പെടണ്ട. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയാം, മാനസാന്തരപ്പെട്ടോണം, മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടോണം. കുത്തുകൊണ്ടവരെല്ലാം കൂടെ ചോദിച്ചു. എന്താ ചോദിച്ചത്? വായിച്ചോ. കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവർ ചോദിച്ചു, ദൈവാസന്മാരെ, നിങ്ങൾ ആത്മാവിന്റെ നിറവിൽ നിന്ന് പ്രസംഗിക്കല്ലേ? നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കത്ത് കത്തി കയറുകയായിരുന്നു. പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അടുത്ത വാക്ക്. പത്രോസ് അവരോട്, ഒന്നൂടെ പത്രോസ് അവരോട്. ആരവരോട്? പെന്തിക്കോസുകാരൻ അവരോടല്ല, ഒന്നാമത്തെ പോപ്പ് അവരോട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പുസ്തകം അടച്ചു. പത്രോസ് അവരോട്, അകത്തു കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. എൻ്റെ പൊന്ന് കൈപ്പട്ടൂരുകാരെ, അങ്ങേര് പറഞ്ഞത് തന്നെയല്ലേ ഞങ്ങളും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാപമോചനം വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടും. ഞങ്ങളും അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മെനക്കേട് മുഴുവൻ ഉണ്ടാക്കിയത് അങ്ങേര് ഇങ്ങനെ പറയേണ്ടതിന് പകരം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പീൻ. അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ മെനക്കേട് വല്ലതും ഉണ്ടോ? നമ്മളും അത് തന്നെ പറയത്തില്ലായിരുന്നോ? എന്നാൽ ക്ഷമിക്കുക, അങ്ങേരങ്ങനെ പറഞ്ഞില്ല. ഒന്നാമത്തെ പോപ്പ് പറഞ്ഞത്, ഞങ്ങൾ ആവർത്തിക്കുന്നു കൈപ്പട്ടൂരുകാരോട്, അകത്തു കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ? പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. ആ മാനസാന്തരം, അതാ യേശു പറഞ്ഞ വീണ്ടും ജനനം. രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. 1-2 വാക്ക് പറഞ്ഞു നിർത്താം. പാടാനൊന്നും ഞാൻ സമയം എടുക്കുന്നില്ല. നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിക്കട്ടെ. പിന്നെ അവർ വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കോട്ടെ. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചോ. ആമേൻ. പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. അപ്പോൾ ചിലരുടെ ഉള്ളിലൊരു ചിന്ത, അത്രേ ഉള്ളൂ, ഞാൻ സ്നാനപ്പെട്ടതാ വർഷം എന്ന് പണ്ടേ കുഞ്ഞുവാവി ആയിരിക്കുമ്പോഴേ. അപ്പോൾ മാനസാന്തരോ വളരുമ്പോൾ മതിയല്ലോ. നമ്മളെല്ലാം ഇന്ന് കുളിച്ചവരെല്ലാം തല തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്താം, പിന്നെ കുളിക്കാം. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ, അല്ലേ? നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു കാര്യം തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതൊക്കെ വാക്യം. അപ്പോൾ ആദ്യം നടക്കേണ്ടത് വിശ്വാസം, മാനസാന്തരം. മനസ്സിലായോ? അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് പറയാം, പാസ്റ്റർ മുസ്ലിമിൽ നിന്ന് വന്നുകൊണ്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ അങ്ങനെ പറഞ്ഞ്. എന്നാ ഞാൻ കുഞ്ഞിന് മാനസാന്തരപ്പെടാൻ ഒക്കത്തില്ലേലും പകരത്തിന് ഒരാൾ ഏറ്റു പറയാൻ ഞങ്ങൾ പിറകെ നിർത്തുന്ന ഒരു ശീലം ഞങ്ങളുടെ പാസ്റ്റർക്ക് അറിയാത്തതുകൊണ്ടാണ്. കല്യാണത്തിന് പോയിട്ടുണ്ടോ? പള്ളിയിലെ ഉണ്ട്. അപ്പോൾ ഈ പുരോഹിതൻ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? പ്രിയ സൂസമ്മേ, നിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ?
ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്, കെട്ടിക്കുമോ? മിണ്ടുന്നില്ല. കെട്ടിക്കുമോ? അറിയാത്തോണ്ടാ. കെട്ടിക്കോ? സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തൊന്നും അല്ലല്ലോ, സ്വന്തം അപ്പനാ പറഞ്ഞേ, കെട്ടിക്കോ? അച്ഛന്മാരത് മൈൻഡ് ചെയ്യൂല മക്കളെ. വീണ്ടും ചോദിക്കും, പറയൂ സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ പെണ്ണിനെ പ്രസവിച്ച അമ്മ അവിടെ സമ്മതമാച്ചു, അവളാ കെട്ടണം എന്ന് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് കെട്ടിച്ചേ. കെട്ടിക്കുവോ? കെട്ടിക്കുവോ? സേ യെസ് ഓർ നോ? നോ. പിന്നെ ആര് പറയണം? പറ. മണവാട്ടി ആരോ അവള് പറയണം, ഇവനെ എൻ്റെ വിവാഹ ഭർത്താവായി മണവാളനായി സ്വീകരിപ്പാൻ എനിക്ക് സമ്മതമാണ്. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പം പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല സഹോദരി, പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല സഹോദര. അതിനാ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും ഈ മണവാളനെ ഈ വേളി കഴിക്കാൻ ഞാനിതാ സമ്മതം പറയുന്നു എന്ന് നിന്റെ അധരം കൊണ്ട് നീ ഏറ്റു പറയുന്നതിൻ്റെ പേരാണ് രക്ഷ. ആ രക്ഷ ഏറ്റു പറഞ്ഞവനാണ് സ്നാനപ്പെടേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ട് പകരത്തിന് ആളെ നിർത്തിയെന്നൊന്നും പറഞ്ഞിട്ടത് സ്നാനമായില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട്, അങ്ങനെയാണ് ഒരു സംശയം. എന്താ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ പാസ്റ്ററെ, പരദീസയിലിരുത്താന്ന് യേശു അല്ലേ പറഞ്ഞു? കള്ളനാണെന്ന് അറിഞ്ഞില്ല. കള്ളനും കള്ളിയൊന്നും എന്തൊരു പഠനമാണ് ഇതൊക്കെ. കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാര്യം എന്താണെന്നറിയാമോ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിന് കീഴെയാണോ മരിച്ചത്, കൃപായുഗത്തിലാണോ? ഒന്ന് പറഞ്ഞേ. ഇപ്പം ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാന്ന് അറിയാതിരിക്കുന്ന എന്നോടോ പറയാം. മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ വീണ്ടും വരെയുള്ളവർ കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇതിലേതിലാ കള്ളം മരിച്ചതെന്ന് ഇനി പറ. യേശു ഉയർത്തതിന് ശേഷമാണോ? അല്ല. അപ്പം ഏതിലാ? ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവനോട് സ്നാപകയോഹന്നാൻ അറിയിച്ച സ്വർഗീയ അരുളപ്പാട് എന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്നല്ലേ? ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശി വെച്ചുണ്ടായി, പരദീസയിലിരുത്താന്ന് പറഞ്ഞു. എന്നാൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പോപ്പ് വിളിച്ചു പറഞ്ഞതാ അല്പം മുമ്പ് കേട്ടത്. എന്താ? പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാൻ. അപ്പോഴാ നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയത്. ഒന്ന് പഠിക്കണ്ടേ? ഇനി ക്രൂശിക്കപ്പെട്ട കള്ളൻ സ്നാനപ്പെട്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ വചനപ്രകാരം ഞാൻ പറയും, ഒന്നാന്തരം സ്നാനമേറ്റത് അവനാ. എങ്ങനാ? റോമാലേഖനം പറയുക, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ. അപ്പോൾ സ്നാനത്തിൻ്റെ ഒരു പൊരുൾ എന്താ? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാനാ. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മരണത്തിൽ തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യം ലഭിച്ചത് ആ കള്ളനല്ലേ? അല്ല, ഒന്നാന്തര സ്നാനം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ മറ്റേ കള്ളനോന്ന്? അവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ. മാനസാന്തരപ്പെട്ടവനല്ലേ സ്നാനപ്പെടേണ്ടത്. അതുകൊണ്ട് ഈ വികലമായ പഠിപ്പിക്കലിൽ പെട്ടുപോയ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സത്യം അറിയൂ, നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ. ആമേൻ. നിങ്ങളുടെ ആത്മാവ് നരകത്തിൽ പോകുന്നതിനെക്കുറിച്ച് ഇവിടെ ആർക്കും വേവലാതിയില്ല. വഞ്ചിക്കുറ്റി നിറയാൻ വേണ്ടി നിന്നെ വഞ്ചിപ്പിച്ച് വച്ചേക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി കണ്ണു തുറന്ന് ഈ സത്യം തിരിച്ചറിയുക. വേദപുസ്തകം വിളിച്ചു പറയുന്നു, ആമേൻ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിവില്ലാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി കൈപ്പട്ടൂരിനോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപമോചനം പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഇന്ന് രാത്രി കൈപ്പട്ടൂരിനോട് അഭിമാനത്തോടെ അത്യുച്ചത്തിൽ വിളംബരം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുമിട്ടുകൊള്ളുകയാണ്. ഈ സമയം വരെ ശാന്തമായി എന്നെ ശ്രവിച്ച എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു.
നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.